വിശ്വപ്രകാശമേ അറിവിൻ നിറവേ ഞങ്ങളിൽ നിറയണമേ. നിൻ വിജ്ഞാന നിറവേകണേ ഞങ്ങളെ ഈ ദിനം ശോഭനമാക്കൂ. റിപ്പോർട്ട് ഡയറ്റിന്റെ നേതൃത്വത്തിൽ പെറ്റൽസ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി UP തലം സാമൂഹ്യശാസ്ത്രം അധ്യാപകർക്കായി നടത്തുന്ന 3 ദിന ഓൺലൈൻ അധ്യാപക ശാക്തീകരണ പരിപാടിയുടെ 1-ാം ദിവസത്തെ ക്ലാസ് രാവിലെ കൃത്യം 10 മണിക്ക് തന്നെ ആരംഭിച്ചു. പ്രാർത്ഥനയ്ക്ക് ശേഷം ഇരിഞ്ഞാലക്കുട PRCയിലെ ക്ലസ്റ്റർ കോർഡിനേറ്റർ ശ്രീമതി ശ്രീജ M ഏവർക്കും സ്വാഗതമേകി. തുടർന്ന് ജില്ലാ കോർ ഗ്രൂപ്പ് അംഗമായ ശ്രീ ബിജു സർ ഈ ക്ലാസിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിക്കുകയുണ്ടായി. UP ക്ലാസുകളിൽ സോഷ്യൽ സയൻസ് അധ്യാപകരും കുട്ടികളും നേരിടുന്ന ഹാർഡ് സ്പോട്ടുകൾ കണ്ടെത്തി ആ മേഖലകളിൽ അധ്യാപകരെ ശാക്തീകരിക്കുന്നതിനായി തൃശൂർ ഡയറ്റിന്റെ നേതൃത്വത്തിൽ എ റോഡ് ടു ഹിസ്റ്ററി എന്ന ചരിത്ര സെമിനാർ സംഘടിപ്പിക്കുകയുണ്ടായി. അതിനെ ലോക ചരിത്രം, ഇന്ത്യ ചരിത്രം, കേരള ചരിത്രം എന്നീ വിഭാഗങ്ങളായി തരംതിരിച്ച് 3 ദിവസങ്ങളിലായി അധ്യാപകർക്ക് കൊടുക്കുന്ന ക്ലാസ് ആണ് ഇവിടെ നടത്തപ്പെടുന്നത് എന്ന് അദ്ദേഹം വിശദീകരിച്ചു. തുടർന്ന് യോഗാധ്യക്ഷൻ ഇരിഞ്ഞാലക്കുട BRCയിലെ BPC ശ്രീ CK രാധാകൃഷ്ണൻ സാർ സംസാരിക്കുകയുണ്ടായി. അധ്യാപകരുടെ ശാക്തീകരണം കുട്ടികളിലേക്ക് എത്തണം. ചരിത്ര പഠനം എപ്പോഴും നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് ഒരു പാഠമാകേണ്ടതാണ് എന്ന് അദ്ദേഹം ഉദ്ബോധിപ്പിക്കുകയുണ്ടായി. യുദ്ധങ്ങളെക്കുറിച്ചും അതിന്റെ കെടുതികളെക്കുറിച്ചും മറ്റും മനസ്സിലാക്കിയിട്ടും മനുഷ്യന് ഇപ്പോഴും യുദ്ധത്തോടുള്ള താല്പര്യം നിലനിൽക്കുന്നു എന്നുള്ള വസ്തുത നമ്മുടെ ചരിത്ര പഠനം മുഴുവനും പ്രായോഗികമാകുന്നില്ല എന്നതിനുള്ള തെളിവാണ് എന്ന് അദ്ദേഹം ഊന്നി പറയുകയുണ്ടായി. തുടർന്ന് ബഹുമാനപ്പെട്ട ഇരിഞ്ഞാലക്കുട AEO ശ്രീമതി നിഷ MC ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കുട്ടികളെ ഭാവി വാഗ്ദാനങ്ങളാക്കി മാറ്റാനുള്ള ശ്രമത്തിന്റെ മുന്നോടിയായി നടത്തുന്ന ഈ മഹത്തായ സംരംഭത്തിൽ എല്ലാ അധ്യാപകരും അവർക്ക് ലഭിക്കുന്ന അറിവുകൾ അതിന്റെ പൂർണ്ണ രൂപത്തിൽ കുട്ടികളിലേക്ക് എത്തിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് മാഡം ഉദ്ബോധിപ്പിക്കുകയുണ്ടായി. തുടർന്ന് ഡയറ്റ് ഫാക്കൽറ്റി ശ്രീ MR മനോജ് സർ എ റോഡ് ടു ഹിസ്റ്ററി എന്ന പേരിൽ നടത്തുന്ന പദ്ധതിയുടെ വിശദീകരണം നടത്തുകയുണ്ടായി. ചരിത്രവുമായി ബന്ധപ്പെട്ട് ഈ ക്ലാസുകളിൽ നിന്ന് ലഭിക്കുന്ന വസ്തുതകൾ ഇന്ന് ലഭ്യമായിട്ടുള്ള എല്ലാ വിനിമയ ഉപാധികളിലൂടെയും വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാൻ എല്ലാ അധ്യാപകരും ബാധ്യസ്ഥരാണ്. ആദിമ മനുഷ്യരുടെ ജീവിതം ആരംഭിച്ചതു മുതൽ ഇന്ന് ആധുനിക കാലം വരെയുള്ള ചരിത്രത്തിന്റെ നിമിഷങ്ങളിലൂടെയാണ് ഈ ക്ലാസുകൾ കടന്നു പോവുക എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ചരിത്ര പഠനം മറ്റു പല വിഷയങ്ങളുമായും നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ചരിത്രത്തെ സർഗാത്മക രീതിയിൽ സമീപിച്ച ചരിത്രകാരന്മാരെ കുറിച്ച് അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. തുടർന്ന് യുവാൾ നോഹ ഹരാരി രചിച്ചിട്ടുള്ള സാപ്പിയൻസ് എന്ന പുസ്തക സീരീസ് ചരിത്രം എങ്ങനെ മനുഷ്യവംശത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു. ചരിത്ര പഠനം ഭൂതകാല ചരിത്രത്തിൽ നിന്നും നമ്മുടെ വർത്തമാനകാലത്തെ കൂടുതൽ മികച്ചതാക്കാനും നമ്മുടെ തെറ്റുകളിൽ നിന്ന് ശരിയിലേക്ക് തിരിയുന്നതിന് പ്രേരകമായിരിക്കണം എന്നും അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. തുടർന്ന് ജില്ലാ കോർ ഗ്രൂപ്പ് അംഗമായ ശ്രീമതി ഷെൽബി ET ടീച്ചർ എല്ലാവർക്കും നന്ദി പറഞ്ഞു. തുടർന്ന് DRGമാരായ ശ്രീമതി മാർഗരറ്റ് ടീച്ചറും ജ്യോതിഷ് മാഷും കൂടി ആദ്യത്തെ ക്ലാസ് വേൾഡ് ഹിസ്റ്ററി ആരംഭിച്ചു. UP ക്ലാസുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ തങ്ങളുടെ വിഷയത്തിൽ പരമാവധി അറിവ് നേടിയിരിക്കണമെന്നും അതോടൊപ്പം കുട്ടികൾ ആർജിക്കേണ്ട പഠന നേട്ടവും അവരിൽ രൂപപ്പെടേണ്ട മനോഭാവവും അവർ നേടിക്കഴിഞ്ഞു എന്ന് ഉറപ്പ് വരുത്തേണ്ടതുമാണ്. ചരിത്ര പഠനം രസകരമാക്കാൻ എൻട്രി ആക്ടിവിറ്റീസ് കൊടുക്കണം. അതോടൊപ്പം സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ് ആയിരിക്കും കുട്ടികൾക്ക് കൂടുതൽ ആകർഷകമെന്നും പറയുകയുണ്ടായി. തുടർന്ന് ചരിത്രാതീത കാലത്തിൽ നിന്നും ചരിത്രത്തിലേക്കുള്ള ഒരു പ്രയാണം കാണിക്കുന്ന ഒരു വീഡിയോ പ്രസന്റ് ചെയ്തു. അത് വളരെയധികം അറിവ് പകർന്നു നൽകുന്നതായിരുന്നു. BC 5000 തുടങ്ങിയാണ് എഴുത്തുവിദ്യക്ക് തുടക്കമാകുന്നത്. അതിനു മുൻപുള്ള കാലഘട്ടത്തെക്കുറിച്ച് പഠിക്കുന്നത് ആർക്കിയോളജിക്കൽ റിസോഴ്സസിൽ നിന്നാണെന്ന് പറഞ്ഞു. ഹിസ്റ്ററി എന്ന വാക്ക് രൂപപ്പെട്ടത് എൻക്വയറി എന്ന അർത്ഥം വരുന്ന ഹിസ്റ്റോറി എന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. BC 5-ാം നൂറ്റാണ്ടിൽ ഗ്രീസിൽ ജീവിച്ചിരുന്ന ഹെറോഡോട്ടസ് ആണ് ചരിത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്നത് തുടങ്ങിയ അറിവുകൾ പങ്കുവച്ചു.
തുടർന്ന് AD-BC എന്നതിനെ ഇപ്പോൾ യഥാക്രമം CE BCE എന്ന് പറയുന്നതിനുള്ള സാഹചര്യങ്ങളെ കുറിച്ചും സെഞ്ചുറി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നതിനെ കുറിച്ചും വിശദമാക്കുകയുണ്ടായി. പ്രാചീന യുഗത്തിലെ കാലഘട്ടങ്ങളെ കുറിച്ചും പറയുകയുണ്ടായി. ശിലായുഗം BC 5000 വരെയുള്ള കാലഘട്ടമാണെന്നും താമ്രശിലായുഗം 5000 തുടങ്ങി BC 4000 വരെയാണെന്നും വെങ്കലയുഗം 4000 മുതൽ BC 1500 വരെയാണെന്നും ഇരുമ്പ് യുഗം 1500 തുടങ്ങി BC 600 വരെയാണെന്നുള്ള അറിവുകളെല്ലാം പങ്കുവച്ചു. തുടർന്ന് ശിലായുഗ കാലഘട്ടത്തിലെ പ്രാചീന ശിലായുഗത്തിലും നവീന ശിലായുഗത്തിലും സംഭവിച്ച മാറ്റങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുകയുണ്ടായി. ആയുധങ്ങൾ, തീയുടെ കണ്ടുപിടുത്തം, കൃഷിയുടെ ആരംഭം, മനുഷ്യന്റെ സ്ഥിരതാമസം, മൃഗങ്ങളെ ഇണക്കി വളർത്തൽ തുടങ്ങിയ കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ പറയുകയുണ്ടായി. നദീതട സംസ്കാരങ്ങൾ ഉടലെടുത്തതിനെ കുറിച്ചും മറ്റും ബിജുമാഷും ഷെൽബി ടീച്ചറും കൂടി കൂടുതൽ വിശദീകരണം നൽകി. പിന്നീട് റോമൻ സാമ്രാജ്യത്തിന്റെ സ്ഥാപനം, അത് രണ്ടായി തിരിയുന്നതും AD 476 പടിഞ്ഞാറൻ റോമൻ സാമ്രാജ്യം അസ്തമിക്കുന്നതും തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമിക്കുന്നതുവരെ കിഴക്കൻ റോമ സാമ്രാജ്യം നിലനിന്നിരുന്നതുമായുള്ള കാര്യങ്ങൾ പങ്കുവച്ചു. ഈജിപ്തിലെ പിരമിഡുകൾ, ചൈനയിലെ വൻമതിൽ, ബാബിലോണിയയിലെ ഹാങ്ങിങ് ഗാർഡൻ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് പറയുകയും ചരിത്ര പഠന ക്ലാസ് കൂടുതൽ ആകർഷകമാകാൻ ഇത്തരം കാര്യങ്ങൾ പങ്കുവെക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും എടുത്തു പറയുകയുണ്ടായി. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമണത്തോടുകൂടി അവിടെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാരും കലാകാരന്മാരും ഇറ്റലിയിലേക്ക് പലായനം ചെയ്യാനുണ്ടായ കാരണങ്ങളും ഇറ്റലിയുടെ സവിശേഷതകളും മറ്റും പ്രതിപാദിക്കുകയുണ്ടായി. തുടർന്ന് 13ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടുകൂടി ഇറ്റലിയിൽ ആരംഭിച്ച നവോത്ഥാന പ്രക്രിയയെക്കുറിച്ചും അതിന്റെ വ്യാപനത്തെക്കുറിച്ചും പരാമർശിച്ചു. നവോത്ഥാനം സാഹിത്യം, കല, ശാസ്ത്രം, ജ്യോതിശാസ്ത്രം തുടങ്ങി അനവധി മേഖലകളിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളും കണ്ടുപിടുത്തങ്ങളും വിശദമാക്കി. അക്കാലത്തുണ്ടായ സമുദ്രയാത്രകളെ കുറിച്ചും അവ കണ്ടെത്തിയവരെ കുറിച്ചും പറയുകയുണ്ടായി. തുടർന്ന് 16ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിൽ ആരംഭിച്ച മതനവീകരണത്തെക്കുറിച്ചും ഇംഗ്ലണ്ടിൽ ആരംഭിച്ച വ്യവസായ വിപ്ലവത്തെക്കുറിച്ചും ധാരാളം അറിവുകൾ പങ്കുവച്ചു. തുടർന്ന് ഈ ക്ലാസിന്റെ ക്രോഡീകരണത്തിനു ശേഷം നന്ദിയോടുകൂടി 12 മണിക്ക് തന്നെ ക്ലാസ് അവസാനിച്ചു. ഗുഡ് മോർണിംഗ് ടു ഓൾ. ജില്ലാ UP സാമൂഹ്യശാസ്ത്ര അധ്യാപക ശാക്തീകരണ പരിപാടിയുടെ 2ാം ദിനത്തിൽ ഇന്ത്യൻ ഹിസ്റ്ററിയാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചരിത്രം കേവലം കെട്ടുകഥകളല്ല, മറിച്ച് മനുഷ്യന്റെ ഉപജീവനത്തിന്റെയും അതിജീവനത്തിന്റെയും വീരഗാഥകളാണ്. വിശാലമായ ചരിത്ര വിഷയത്തിലേക്ക് കുട്ടികൾ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാനിടയുള്ള സ്വാഭാവികമായ ഭയം ഒഴിവാക്കി ചരിത്ര വസ്തുതകളെ താല്പര്യത്തോടെ സമീപിക്കാനുള്ള കൗതുകവും ജിജ്ഞാസയും സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങൾ തയ്യാറാക്കുകയാണ് നമ്മുടെ ഉദ്ദേശ്യം. ശ്രീ കടമ്മനിട്ട രാമകൃഷ്ണന്റെ 2 വരികള് ഈ അവസരത്തിലെ വളരെ പ്രസക്തമാണ്. നിങ്ങൾ ഓർക്കുക, നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന്. ഭൂതകാലത്തെ വിലയിരുത്തിക്കൊണ്ട് വർത്തമാനകാലത്തിൽ ജീവിക്കുക. UP ക്ലാസ്സിൽ തന്നെ ചരിത്രത്തിനോട് ആഭിമുഖ്യം വന്നു കഴിഞ്ഞാൽ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ എത്തുമ്പോഴേക്കും വായിക്കാനും അറിയാനുമുള്ള ആഗ്രഹത്തോടെയായിരിക്കാം ഓരോ കുട്ടിയും നമ്മുടെ മുൻപിലായിരിക്കുക. ചരിത്ര പഠനം രസകരമാക്കാൻ വിവിധ മാർഗങ്ങൾ നമുക്ക് അവലംബിക്കാം. ഫോർ എക്സാമ്പിൾ, ഇന്നലെ മാർഗരറ്റ് ടീച്ചർ പറഞ്ഞ പോലെ കഥാകഥന രീതി, സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ് നമുക്ക് സ്വീകരിക്കാം. അതുപോലെ തന്നെ ചോദ്യോത്തര രീതി, അഭിമുഖങ്ങള്, പിന്നെ സ്ലൈഡ് പ്രദർശിപ്പിക്കാം, ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലേക്കുള്ള ഫീൽഡ് ട്രിപ്പ്, ഇതുപോലെ ഓട്ടൻതുള്ളൽ പോലുള്ള കലാരൂപങ്ങള്, പിന്നെ നമുക്ക് നമ്മുടെ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളുടെ കഴിവനുസരിച്ചിട്ട് അതുപോലെ സ്കിറ്റായിട്ടോ അല്ലെങ്കിൽ ഒരു നാടകമായിട്ടോ പിന്നെ കഥാപ്രസംഗമായിട്ടോ അങ്ങനെ ഏത് വിധത്തിലും നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് സമീപിക്കാവുന്നതാണ്. അപ്പൊ നമ്മള് ചരിത്രത്തിനെ കുറിച്ച് അറിയാനായിട്ടുള്ള കാര്യങ്ങള് നമ്മള് എന്താണ് ചരിത്രം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് അതിലേക്കുള്ള മുന്നൊരുക്ക ചോദ്യങ്ങളായിട്ട് നമുക്ക് വേണമെങ്കിൽ കുട്ടികളോട് ചോദിക്കാം. നിങ്ങളുടെ വീട്ടില് ആരൊക്കെയുണ്ട്, എത്ര പേരുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അയൽവക്കക്കാർ ആരെല്ലാമാണ്, നിങ്ങളുടെ നാട്ടുകാര്, നിങ്ങളുടെ ഗ്രാമം ഏതാണ്, ആ ഗ്രാമത്തിൽ എത്ര പഞ്ചായത്ത് ഉണ്ട്, ഈ പഞ്ചായത്തിൽ നിങ്ങൾക്ക് എത്ര പേര് പരിചയമുണ്ട്, നിങ്ങളുടെ വീട് നമ്പർ, ഇതുപോലെ താമസമായിട്ട് എത്ര നാളാണ്,
അതൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇനിയും നമുക്ക് വീണ്ടും കുറെ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ആളുകളെ എല്ലാവരും അറിയാമോ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറയും, നിങ്ങൾക്കറിയാത്ത നിങ്ങളുടെ ഗ്രാമത്തിന്റെ അറിവാണ് ചരിത്രം. അപ്പൊ മുതിർന്നവർ കുറെ അറിയുന്ന, അവർക്കറിയാത്തത് അവരുടെ പൂർവികർക്ക് അറിയുന്ന. ഈ സമയം 5ാം ക്ലാസ്സിൽ ഒരു ഫാമിലി ട്രീ നമുക്ക് സോഷ്യൽ സയൻസ് ടെക്സ്റ്റിലുണ്ട്. അതില് കുട്ടികളുടെ ഗാർഡിയൻസിന്റെ പേര് എഴുതാൻ പറയാം. അതുപോലെ അവരുടെയും ഗ്രാൻഡ് ഫാദേഴ്സിന്റെ പേര്. പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ അത് തന്നെ നിൽക്കും. ആർക്കും അറിയില്ല, വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും അറിയില്ല, ഗ്രാൻഡ് പാരന്റ്സിനും അറിയില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങള് ഇത് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് അവരോട് പറഞ്ഞു കൊടുക്കാം. അങ്ങനെ നമുക്ക് ഇതിലേക്ക് അവരെ കൊണ്ടുവരാം. ഇനി ഹാരപ്പൻ സംസ്കാര രീതിയെ കുറിച്ച് കാര്യങ്ങളാണ് നമ്മൾ ആദ്യമായിട്ട് ഇവിടെ നോക്കുന്നത്. ഹാരപ്പൻ സംസ്കാരത്തിന്റെ ആദ്യത്തെ അവശിഷ്ടങ്ങൾ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ കണ്ണിംഗ്ഹാം എന്നാണ് പറയപ്പെടുന്നത്. മോഹൻജോദാരോയിലും ഹാരപ്പയിലും നഗരാസൂത്രണത്തിന്റെ എല്ലാ ശാസ്ത്രീയ വശങ്ങളും സ്പഷ്ടമായി നമുക്ക് കാണാവുന്നതാണ്. ഓരോ കെട്ടിടവും അവിടെ പൊതുവായ ഒരു പ്ലാൻ അനുസരിച്ചാണ് നിർമ്മിച്ചിരുന്നത്. അപ്പൊ നമ്മുടെ വീട് പണിയുമ്പോൾ ആദ്യമായിട്ട് എന്താ ചെയ്യുക, നമ്മൾ ആദ്യം തന്നെ ഒരു പ്ലാൻ വരയ്ക്കും. ഇതേപോലെ ഇത്രയും വർഷങ്ങൾക്ക് മുൻപ് ഹാരപ്പൻ സംസ്കാരത്തില് പറയുന്ന കാര്യങ്ങളാണ് അന്ന് കാലത്ത് അവിടെ ഓരോ കെട്ടിടങ്ങൾക്കും പൊതുവായ ഒരു പ്ലാൻ അനുസരിച്ചാണ് അവിടെ നിർമ്മിച്ചിരുന്നത്. പിന്നെ വീട് പണിയുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ട്, ഇത്ര മുറികള്, ഇത്രയും ബാത്റൂംസ്, അല്ലെങ്കിൽ അതിനനുസരിച്ച് സൗകര്യങ്ങള്, ഇതെല്ലാ കാര്യങ്ങളും നമുക്ക് അവരെ ഓർമ്മപ്പെടുത്താം. ഇങ്ങനെ നമ്മൾ ലിങ്ക് ചെയ്ത് പഠിപ്പിക്കുകയാണെങ്കിൽ ആ കുട്ടി ഒരു കാലത്തും മറന്നു പോവാനായിട്ട് സാധ്യതയുണ്ടാവില്ല. ഇനി ചതുരത്തിലുള്ള ഒരു നടുമുറ്റവും അതിനു ചുറ്റും അനേകം മുറികളുമായിട്ടാണ് മിക്ക കെട്ടിടങ്ങളും ഹാരപ്പയിൽ കണ്ടിരുന്നത്. എല്ലാ കെട്ടിടങ്ങൾക്കും കുളിമുറികൾ ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. കുളിമുറികളിൽ നിന്നുള്ള വെള്ളം അഴുക്കുചാലുകളിൽ കൂടി ഒഴുകി പ്രധാന തെരുവുകളിൽ നിർമ്മിച്ചിരുന്ന ഓടകളിലൂടെ വിദൂരമായ ഒരു സ്ഥലത്ത് പോയി വീണിരുന്നു. 1500 മുതൽ 600 BC വരെയുള്ള ഒരു കാലഘട്ടമാണ് വേദിക് പീരീഡ്. ഹിന്ദുമതത്തിലെ ഏറ്റവും പുരാതനങ്ങളായ വിശുദ്ധ ഗ്രന്ഥങ്ങളായ വേദങ്ങൾ രചിക്കപ്പെട്ട ഒരു കാലഘട്ടമാണ് ഈ വേദകാലഘട്ടം. ഈ വേദങ്ങള് 4 വിധമുണ്ട്: ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഇതില് ഋഗ്വേദം ലോക ജനതയുടെ മുഴുവൻ തന്നെ ഏറ്റവും പഴയ സാഹിത്യ കൃതിയാണ്. 1017 സൂക്തങ്ങൾ അടങ്ങിയ ഈ അമൂല്യ കൃതി ആര്യന്മാരുടെ ആദ്യകാല സംസ്കാരത്തെ കുറിച്ച് നമുക്ക് വിലയേറിയ സൂചന നൽകുന്നുണ്ട്. ഇതിലെ ഓരോ സൂക്തവും ലോക ജനതയ്ക്ക് ഭൗതികമായ ഭാവുകങ്ങൾ ആശംസിക്കുവാൻ ദൈവത്തോടുള്ള ഒരു പ്രാർത്ഥനയാണെന്ന് വേണമെങ്കിൽ പറയാം. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ജൈന ബുദ്ധ മതങ്ങൾ, അതിന്റെ ഉത്ഭവം. ലോക ചരിത്രത്തിൽ തന്നെ പല പ്രധാന സംസ്കാര ധാരകളുടെയും ഉത്ഭവം കുറിക്കുന്നത് BC 6ാം നൂറ്റാണ്ടിലാണ്. അസാധാരണമായ സാഹചര്യങ്ങൾ നിലവിലിരുന്ന ഒരു കാലഘട്ടത്തിന്റെ സന്തതികളാണ് വിശ്വാസവിരുദ്ധമായ ഈ 2 മതങ്ങൾ. രാജാക്കന്മാർ അറുതിയില്ലാതെ പരസ്പരം മത്സരങ്ങളിൽ അന്ന് ഏർപ്പെട്ടിരുന്നു. സാധാരണ ജനങ്ങൾക്ക് സർവത്ര ക്ലേശഭൂയിഷ്ടമായ ഒരു ജീവിതമായിരുന്നു എന്ന് പറയാം. ചിന്താശക്തിയുള്ള ബുദ്ധിജീവികൾ ജനനം, മരണം, പുനർജന്മം, പാപം, മോക്ഷം എന്നീ വിഷയങ്ങളെപ്പറ്റി ഗഹനമായി ചിന്തിച്ചു. ഈ മാനസിക ചലനത്തിൽ നിന്നുണ്ടായ 2 ചിന്താധാരകളായിരുന്നു ജൈനമതവും ബുദ്ധമതവും. ഈ കാലഘട്ടത്തില് ജൈന മതതത്വങ്ങള് ബുദ്ധമത തത്വങ്ങള് പ്രചരിച്ചിരുന്നത് അന്ന് കാലത്തുണ്ടായിരുന്ന പ്രാദേശികമായ ഭാഷകളിലൂടെയായിരുന്നു. അപ്പൊ സാധാരണ ജനങ്ങൾക്ക് സംസ്കൃത ഭാഷയേക്കാൾ ഉപരിയായിട്ട് പ്രാദേശിക ഭാഷയിൽ കൂടി ഇത് പ്രചരിച്ചതുകൊണ്ട് വളരെയധികം എളുപ്പമുള്ളതായി തീർന്നു. മാത്രമല്ല, സ്ഥാപിത താല്പര്യങ്ങളെ അത് പ്രീണിപ്പിച്ചിരുന്നില്ല. സാമൂഹ്യമായ അനീതികൾക്ക് അത് എതിരായിരുന്നു എന്ന് പറയാം. സമാധാനത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും മതമായിരുന്നു അത്. മാനവ സമുദായത്തിന്റെ ഉദ്ധാരണമായിരുന്നു അതിന്റെ പരമോന്നതമായ ലക്ഷ്യം. അതുപോലെ തന്നെ നമുക്ക് ബുദ്ധമത തത്വങ്ങള് നമുക്ക് പറയാവുന്നതാണ്. ഇനി അത് കഴിയുമ്പോൾ നമ്മള് മൗര്യ സാമ്രാജ്യം, മൗര്യന്മാരുടെ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ചന്ദ്രഗുപ്ത മൗര്യൻ സ്ഥാപിച്ചതാണ് മൗര്യ സാമ്രാജ്യം എന്ന് എല്ലാവർക്കും അറിയാം. BC 321 മുതൽ BC 185 വരെയാണ് സാമ്രാജ്യം നിലനിന്നിരുന്നത്. അലക്സാണ്ടറുടെ പടയോട്ടകാലം പഞ്ചാബിൽ നിന്ന് പലായനം ചെയ്ത ഒരു ബ്രാഹ്മണ സന്യാസിയായ ചാണക്യനാണ്
ചന്ദ്രഗുപ്തന്റെ ബുദ്ധിയായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തി. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം വിഷ്ണുഗുപ്തൻ എന്നായിരുന്നു. ചന്ദ്രഗുപ്ത മൗര്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൗര്യ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനാണ്. ഒരു ശൂദ്ര സ്ത്രീയിൽ നിന്നും ജനിച്ച സന്താനമാണ്. അദ്ദേഹം നിരവധി പടയോട്ടങ്ങൾ നടത്തിയിട്ടുണ്ട്. പഞ്ചാബ്, സിന്ധ് എന്നിവ ആക്രമിച്ച് ഗ്രീക്ക് സൈന്യങ്ങളെ തുരത്തിയ വ്യക്തിയാണ്. ഗ്രീക്ക് ഭരണാധികാരിയായ സെലൂക്കസിന്റെ ആക്രമണ പദ്ധതികളെ പരാജയപ്പെടുത്തി ജീവിത അവസാനത്തിൽ ജൈന മതത്തിലേക്കാണ് പരിവർത്തനം നടത്തിയത്. അദ്ദേഹത്തിന്റെ മകനാണ് ബിന്ദുസാരൻ. ഗ്രീക്ക് രാജാക്കന്മാരുമായി സൗഹാർദ്ദപരമായ ഒരു ബന്ധം പുലർത്തി മൗര്യ സാമ്രാജ്യത്തിന്റെ ദേശീയ ഭദ്രതയെ കാത്തു സൂക്ഷിച്ചു. ബിന്ദുസാരന്റെ മകൻ അശോകൻ ദ ഗ്രേറ്റ് എന്ന് എല്ലാവർക്കും അറിയാം. ബുദ്ധമതത്തിൽ അതുല്യ സ്ഥാനം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയ ഒരു വ്യക്തിയായിരുന്നു അശോകൻ. മഹാനായ ചക്രവർത്തിയാണ്. ലോക ചരിത്രത്തിലെ ഏറ്റവും മഹാൻ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അശോകനെ ഏറ്റവും വിഷമിപ്പിച്ച യുദ്ധമാണ് കലിംഗ യുദ്ധം. BC 274 രാജ്യാധികാരം ഏറ്റെടുത്ത വ്യക്തിയാണ്. യുദ്ധത്തിനുള്ള കാരണം അശോകന്റെ സാമ്രാജ്യ വികസന മോഹമായിരുന്നു. പരിപൂർണ വിജയം അദ്ദേഹം ആ യുദ്ധത്തിൽ നേടി. ഈ യുദ്ധത്തിന്റെ കെടുതികള് പറയുകയാണെങ്കിൽ 100,000 ജനങ്ങള് മരിച്ചു, 1.5 ലക്ഷം ജനങ്ങള് തടവുകാരായി പിടിക്കപ്പെട്ടു. അതുപോലെ ഈ യുദ്ധത്തിലുണ്ടായ വിഷമതകൾ കണ്ടിട്ടാണ് അശോകൻ ഇനിമേലിൽ യുദ്ധം ചെയ്യില്ല എന്ന് തീരുമാനമെടുത്തിട്ടുള്ളത്. ശകന്മാരുടെയും കുഷാനന്മാരുടെയും ഇടയ്ക്കുള്ള ഈ കാലഘട്ടത്തിൽ ഇന്തോ പാർത്തിയന്മാർ എന്നറിയപ്പെടുന്ന വിദേശീയർ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ അവരുടേതായ 2 രാജ്യങ്ങള് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ കുഷാൻ രാജവംശമാണ്. ഏറ്റവും മഹാനായ രാജാവായിരുന്നു കനിഷ്കൻ. അദ്ദേഹം അധികാരത്തിൽ വന്നത് AD 78 എന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ ദേശീയ വർഷമായ ശകവർഷം ആരംഭിച്ചു. കനിഷ്കന്റെ ഭരണകാലത്ത് കുഷാന സാമ്രാജ്യം അതിന്റെ വികസനത്തിന്റെ പരകോടിയിൽ എത്തിച്ചേർന്നു. ഒരു യോദ്ധാവായിരുന്ന അദ്ദേഹം പാടലീപുത്രം വരെ വടക്കേ ഇന്ത്യയുടെ പല ഭാഗങ്ങളും ആക്രമിച്ച് കീഴടക്കിയിട്ടുണ്ട്. കാശ്മീരും കനിഷ്ക സാമ്രാജ്യത്തിന്റെ ഭാഗമായി തീർന്നു. കനിഷ്കൻ ബുദ്ധമതത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങള് അദ്ദേഹം സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. സാഹിത്യം, കലകള് ഇതിന്റെ വികാസനത്തിലെ പ്രശംസനീയമായ പങ്കുവഹിച്ച വ്യക്തിയാണ്. ബുദ്ധമത വികാസത്തിന് വേണ്ടി കനിഷ്കൻ അനുഷ്ഠിച്ച സേവനങ്ങളെ പരിഗണിച്ച് അദ്ദേഹത്തെ 2ാമത്തെ അശോകൻ എന്ന് നമ്മൾ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അശോകനെ അനുകരിച്ച് കനിഷ്കൻ നിരവധി സന്യാസാശ്രമങ്ങളും ബുദ്ധസ്തൂപങ്ങളും സ്ഥാപിച്ചു. മിഷണറി സംഘങ്ങളെ ബുദ്ധമത പ്രചാരണത്തിനായി വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ചു. ചൈന, ടിബറ്റ് ബുദ്ധമതം വ്യാപിച്ചത് കനിഷ്കന്റെ ഈ കാലഘട്ടത്തിലാണ്. മറ്റു മതങ്ങളോട് അങ്ങേയറ്റം സൗഹൃദം പുലർത്തിയിരുന്നു. നാണയങ്ങളില് ബുദ്ധന് പുറമെ ഗ്രീക്ക്, ഹിന്ദു, സൊറാസ്ട്രിയൻ മതങ്ങളിലെ ദൈവങ്ങളുടെ ചിത്രങ്ങൾ നമുക്ക് കാണാം. മധുര ഈ കാലഘട്ടത്തിലാണ് ഏറ്റവും വലിയ ഒരു നഗരമായത്. ഈ ഒരു കാലഘട്ടത്തിലാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഗുപ്ത സാമ്രാജ്യം. 4ാം നൂറ്റാണ്ട് മുതൽ 6ാം നൂറ്റാണ്ട് AD വരെയാണ് ഈ ഗുപ്ത സാമ്രാജ്യം നിലനിന്നത്. ഇന്ത്യ ചരിത്രത്തിലെ തന്നെ ഒരു സുവർണ കാലഘട്ടമായിട്ട് ഇത് അറിയപ്പെടുന്നുണ്ട്. ഇനി ഡൽഹിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ സിന്ധു ഗംഗാ സമതലത്തിലാണ് 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റില് നമുക്ക് പഠിക്കാനുണ്ട്. ഡൽഹിയുടെ ഭൂമിശാസ്ത്രത്തിലൂടെ എന്ന് പറഞ്ഞിട്ട് പാഠത്തിന്റെ 1ാമത്തെ പാഠത്തില് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉള്ളതാണ്. അതിൽ ഇന്ത്യയുടെ ഭൂപടം നമുക്ക് പഠിപ്പിക്കാം. അതുപോലെ തന്നെ ഇതില് മാർക്കിങ് കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാം. അപ്പൊ കുട്ടികളോട് നോട്ട്ബുക്കിലൊക്കെ വരയ്ക്കാനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ആവശ്യപ്പെടാം. അതുപോലെ മാർക്കിങ് ഒരു പെൻസിൽ കൊണ്ട് മാച്ച് പഠിച്ച് മാർക്ക് ചെയ്യാനൊക്കെ നമുക്ക് കുട്ടികളോട് പ്രത്യേകം പറയാം. അപ്പോ എന്റെ ക്ലാസ്സിൽ ഞാൻ ഇപ്പോ നമ്മള് ഗൂഗിൾ മീറ്റ് വെക്കുന്ന സന്ദർഭത്തില് നമ്മള് മീറ്റില് അഡ്മിറ്റ് ചെയ്യണ സമയം കൊണ്ട് കുട്ടികൾ മാപ്പുകൾ വരച്ചിരിക്കണം. അപ്പൊ ഓരോ ദിവസം ഓരോ മാപ്പ് കൊടുക്കും. അപ്പൊ ആ സമയം കൊണ്ട് അവരത് വരയ്ക്കാറുണ്ട്. വരച്ച് നമ്മൾക്ക് കാണിച്ചു തരാറുണ്ട്. അപ്പൊ ആ ഒരു സമയം നമുക്ക് അങ്ങനെ ഉപയോഗിക്കാനൊക്കെ സാധിക്കും. അപ്പൊ സിന്ധു ഗംഗാ സമതലത്തിലാണ് ഡൽഹി സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രദേശത്തെ ഫലഭൂയിഷ്ഠത കാർഷിക പുരോഗതിക്ക് വളരെയധികം സഹായിച്ചു. മധ്യകാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെയുള്ള കാലഘട്ടത്തിൽ വരുമ്പോ ഹർഷകാലഘട്ടം വരുന്നത് നമ്മുടെ 606 മുതൽ 647 വരെയുള്ള കാലഘട്ടമാണ്.
അപ്പൊ ഇന്ത്യ ചരിത്രത്തില് ഒരുപാട് കാര്യങ്ങളുണ്ട്. രാജാക്കന്മാരുടെ അതായത് രാജാക്കന്മാരെ വിളിച്ചിരുന്ന പേരുകള് ചക്രവർത്തി, അതുപോലെ തന്നെ രാജാതിരാജൻ. അപ്പോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പദവികളാണ് ഇവര് അലങ്കരിച്ചിരുന്നത്. അപ്പൊ അതില് ഹർഷകാലഘട്ടത്തിനെ നമുക്ക് ഒരിക്കലും വിസ്മരിച്ചുകൊണ്ട് ഇന്ത്യ ചരിത്രത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതില് അറിവും അതുപോലെ തന്നെ പണ്ഡിതന്മാരും ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ AD 606 മുതൽ ഈ 647 വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ ആ കാലത്തെ കുശാന സാമ്രാജ്യാധിപനായിട്ടുള്ള ഹർഷവർദ്ധനന്റെ കാലഘട്ടമാണ് അവിടെ വരുന്നത്. അപ്പോൾ ഡൽഹിയുടെ പ്രത്യേകത ടീച്ചർ നേരത്തെ സൂചിപ്പിച്ചു. അപ്പൊ അവിടുത്തെ കാനേശ്വരത്തെ നാടുവഴിയായിരുന്നു അദ്ദേഹം. അപ്പൊ അതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഥാരൂപത്തിലേക്ക് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സാമ്രാജ്യം ഇങ്ങനെ വിപുലമാക്കാനായിട്ട് നോക്കിയത്. അപ്പൊ അദ്ദേഹത്തിന്റെ കാനേശ്വരത്തെ നാടുവഴിയായിരുന്ന പ്രഭാകരവർദ്ധനന്റെ ഇളയ പുത്രനായിരുന്നു ഹർഷവർദ്ധനൻ. അപ്പോ പ്രഭാകരവർദ്ധനന്റെ മരണത്തെ തുടർന്നിട്ടാണ് പിന്നീട് ശിവന്റെ പുത്രനായിട്ടുള്ള രാജവർദ്ധനൻ കൊല്ലപ്പെട്ടപ്പോൾ ഇളയവനായിട്ടുള്ള ഹർഷൻ കിരീടാവകാശിയായിട്ട് AD 606 അധികാരം ഏൽക്കുന്നത്. അപ്പോ അദ്ദേഹം അധികാരം ഏറ്റപ്പോ നേരിടേണ്ടി വന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് അവിടുത്തെ അവിടുത്തെ കനൗജ് എന്ന് പറഞ്ഞ രാജ്യത്തിലെ രാജാവ് ഉണ്ടായിരുന്നു. ആ കനൗജ് രാജവംശത്തിലെ രാജാവായിരുന്ന അദ്ദേഹത്തിന്റെ അളിയൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ ആ രാജാവ് കൊല്ലപ്പെടുകയാണ്. അപ്പോ ആ സഹോദരിക്കുണ്ടായ ആ ദുഃഖത്തില് അതിൽ പക പൂണ്ടിട്ടുള്ള ഹർഷനാണ് ആ ഘാതകനെ വധിച്ചുകൊണ്ട് പ്രതികാരം തീർക്കുന്നത്. അപ്പൊ പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ഈ കന്യാബ്ജം എന്ന് പറയുന്ന ആ സ്ഥലം കൂടി ഹർഷൻ തന്നെ ഭരിക്കുകയാണ്. അപ്പൊ ഇതില് ഒരുപാട് ചരിത്രപരമായിട്ടുള്ള വസ്തുതകള് ഒളിഞ്ഞു കിടപ്പുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അക്കാലത്ത് ചൈന നമുക്കറിയാം, ചൈനയുമായിട്ട് ഒരു നമ്മുടെ യാക്ക് പോലെയുള്ള മൃഗങ്ങളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. കാരണം സ്പൈസ് റൂട്ടും സിൽക്ക് റൂട്ടും നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പൊ ഒരു കാലത്ത് ചൈനയുമായിട്ട് നമുക്ക് നല്ല വാണിജ്യ ബന്ധങ്ങൾ നമുക്ക് നിലനിന്നു. അപ്പോ ഈ രണ്ട് സ്ഥലത്തും അതിനൊരു കണ്ണി കൂട്ടിച്ചേർക്കുന്ന കണ്ണി എന്ന് പറയുന്നത് ബുദ്ധമതങ്ങളുടെ ആശയങ്ങൾ. ഇപ്പൊ ചൈനയിലാണെങ്കിലും അതുപോലെ തന്നെ ഈ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണെങ്കിലും ഒരുപാട് ബുദ്ധമത ആശയങ്ങൾ പ്രചരിച്ചു എന്നുള്ളതാണ്. അപ്പൊ അത് ആ കാലഘട്ടത്തെ എടുത്തു പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഏറ്റവും പ്രശസ്ത സഞ്ചാരികളെ നമുക്കറിയാം അല്ലെ. നമുക്ക് ചരിത്രത്തില് അറിവ് കിട്ടുന്നത് ഇത്തരത്തിലുള്ള സഞ്ചാരികളിൽ നിന്നാണ്. അപ്പൊ പ്രശസ്ത സഞ്ചാരിയായിട്ടുള്ള ഹുയാങ് സാങ്. അപ്പൊ ഹുയാങ് സാങ് രാജാവിന്റെ പ്രതിനിധിയായിട്ട് ഹർഷന്റെ കൊട്ടാരത്തിൽ താമസിച്ചിരുന്നതായിട്ടാണ് പറയുന്നത് ഹുയാങ് സാങ്. അതുപോലെ തന്നെ ഇവിടുന്ന് രാജാവിന്റെ പ്രതിനിധിയായിട്ട് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മള് ഇന്നത്തെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രതിനിധികള്, നയതന്ത്ര പ്രതിനിധികള് അങ്ങോട്ടും ഇങ്ങോട്ടും വിദേശ രാജ്യങ്ങളിലേക്ക്, ഇന്ത്യയുടെ പ്രതിനിധിയായിട്ട് ഒരു പ്രതിനിധി വേറൊരു വിദേശ രാജ്യത്ത്, വേറൊരു വിദേശ രാജ്യത്തെ പ്രതിനിധി നമ്മുടെ നാട്ടില്, അങ്ങനെ ആ ഒരു കാലഘട്ടം നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുമോ? അപ്പോ ആ ഒരു കാലത്തെ ഏറ്റവും സംസ്കാര സമ്പന്നമായിട്ടുള്ള ഒരു കാലം എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം. അപ്പൊ ഇതിന് നമ്മൾ വിശേഷിപ്പിക്കുക ഏറ്റവും എന്താ പറയാ സംസ്കാരത്തിന്റെ സുവർണകാലം എന്നാണ് പറയുക. സംസ്കാരത്തിന്റെ സുവർണകാലം. അപ്പോ അത് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഹർഷചരിതത്തിൽ നിന്നാണ്. അപ്പൊ ഹർഷചരിതം എന്ന് പറയുന്ന ആ ഹർഷചരിതത്തിൽ നിന്ന് മാത്രമല്ല, അതിൽ വിവിധ ബാണഭട്ടൻ രചിച്ചിട്ടുള്ള വിവിധ കാവ്യങ്ങളുണ്ട്. അതിൽ നിന്നാണ് നമുക്ക് അത് അറിയാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഹർഷൻ തന്നെ വലിയൊരു പണ്ഡിതരായിരുന്നു. ഹർഷരാജാവ് തന്നെ വലിയൊരു പണ്ഡിതരായിരുന്നു. അപ്പൊ അത് മാത്രമല്ല, അക്കാലത്ത് എടുത്തു പറയുന്നത് ഇത് ഇവിടെ നമ്മളത് എടുത്തു പറയാനായിട്ട് നമ്മളിപ്പോ സർവകലാശാല, നമ്മള് കാലിക്കറ്റ് സർവകലാശാല എന്ന് പറയും, അതുപോലെ മറ്റുള്ള സർവകലാശാലകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട നളന്ദ, തക്ഷശില, വല്ലഭി, ഉജ്ജയിനി, കാശി, ഈ പ്രധാനപ്പെട്ട സർവകലാശാലകളൊക്കെ നിലനിന്നിരുന്നത് ഈ കാലഘട്ടത്താണ്. ഞാൻ പേരുകൾ ഒന്നുകൂടി പറയാം: നളന്ദ, തക്ഷശില, വല്ലഭി, ഉജ്ജയിനി, കാശി. അപ്പോ
നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല. നമ്മളിപ്പോ ഓരോന്നിനും ഓപ്ഷൻ കൊടുക്കുകയാണല്ലോ. ഡിഗ്രി തലത്തിൽ ഇപ്പോ നമ്മൾ സാമൂഹ്യ ശാസ്ത്രത്തെ തന്നെ നമ്മൾ വിവിധ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ കാലഘട്ടത്തിൽ തന്നെ ഏറ്റവും അതിപുരാതനമായിട്ടുള്ള ഗ്രന്ഥശേഖരങ്ങൾ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വിവിധ വിഷയങ്ങൾ പഠിക്കാനായിട്ട് വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇപ്പൊ സമുദ്രശാസ്ത്രം ഒരു പഠന വിഷയമായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോ ഗോവയിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യനോഗ്രാഫി ഉണ്ട്. സമുദ്രത്തെ അത് ഇപ്പൊ പഠിപ്പിക്കുന്ന അതേ ഒരു ഒന്ന് ചിന്തിച്ചു നോക്കണം. ആ കാലയളവ് AD 606, 607, 647 കാലയളവ്, ആ ഒരു സമയത്ത് ഇന്ന് ഇത്രയോ വർഷങ്ങൾ പിന്നിട്ടു അല്ലെ. അപ്പോ ഇതേ തരത്തിലുള്ള ആ ഒരു കാഴ്ചപ്പാടോടുകൂടി ഇത്രയും ഇഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലുമുള്ള ആളുകൾ ഇവിടെ വന്ന് പഠനം നടത്തിയിരുന്നതായിട്ട് പറയുന്നു. അപ്പൊ അതാണ് ആ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോ AD 647 ഹർഷ ചക്രവർത്തി വധിക്കപ്പെടുന്നത്. അതോടുകൂടി ആ ഒരു കാലഘട്ടം, ഹർഷകാലഘട്ടം അവസാനിക്കുകയാണ്. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് വെളിച്ചം വീശുന്നത് ഹർഷചരിതത്തിൽ നിന്നാണ്. ആ ഹർഷചരിതത്തിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ഗുരുവും പണ്ഡിതനുമായിട്ടുള്ള ബാണഭട്ടനാണ് ഹർഷചരിതം രചിച്ചിട്ടുള്ളത്. ഹർഷ ചക്രവർത്തിയെ കുറിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതും അതിൽ നിന്ന് തന്നെയാണ്. അതിൽ 8 അധ്യായങ്ങളാണ് നമുക്ക് അതിൽ നിന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പകുതി കാലഘട്ടത്തെ കുറിച്ച് മാത്രമേ നമുക്ക് ചിത്രീകരിച്ചിട്ടുള്ളൂ. അപ്പോ അപ്രതീക്ഷിതമായിട്ടുള്ള പിന്നീട് ഉണ്ടായിരുന്ന പുലികേശി രാജാക്കന്മാരുടെ ഒക്കെ ഉണ്ടായിരുന്ന ആക്രമണത്തിന്റെ ഭാഗമായിട്ട് ബാണഭട്ടൻ അത് പൂർത്തിയാക്കിയിരിക്കില്ല എന്നാണ് കരുതപ്പെടുന്നത്. നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ടീച്ചർ തുടക്കം കുറിച്ച നമ്മുടെ എന്താ പറയാ ഏറ്റവും അതിപ്രാചീന കാലഘട്ടം മുതൽ നമ്മൾ ചവിട്ടിപ്പോന്നിട്ടുള്ള ഈ ഭൂമിയിൽ എത്രത്തോളം ജനപദങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതിയും സംസ്കാരവും എല്ലാം ഇഴചേർന്നിരിക്കുന്നു. അപ്പൊ ഇതിനെയാണ് നമ്മളിപ്പോ ഈ കാലഘട്ടങ്ങളിൽ മുഴുവനും നമ്മൾ കോർത്തിണക്കിക്കൊണ്ട്, ഇപ്പൊ ടീച്ചർ പറഞ്ഞ വേദകാലഘട്ടങ്ങളാണെങ്കിലും അതുപോലെ തന്നെ മൗര്യ കാലഘട്ടമാണെങ്കിലും ഗുപ്ത കാലഘട്ടമാണെങ്കിലും ഞാൻ ഈ പറഞ്ഞ ഹർഷവർദ്ധനന്റെ കാലഘട്ടമാണെങ്കിലും, ഇത് നമുക്ക് എൻ്റെ പ്രിയ അധ്യാപക സുഹൃത്തുക്കളെ, ഇത് ഇങ്ങനെ ജസ്റ്റ് നമ്മുടെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഒരു പരിമിതമായിട്ടുള്ള ഒരു സമയത്തിന്റെ ഉള്ളിലേക്ക് ചില ആശയങ്ങളെ നിങ്ങളുടെയും എന്റെയും മുമ്പിലേക്ക് കൊണ്ടുവരാൻ മാത്രമാണ് സാധിക്കുക. കാരണം വർഷങ്ങളിലൂടെ പഠിച്ചെടുക്കാവുന്ന ഏൻഷ്യന്റ് സിവിലൈസേഷൻ ആണ് ഇതിൽ വരുന്നത്. അപ്പോ അതിപ്രാചീനമായിട്ടുള്ള ഈ സിവിലൈസേഷൻസിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ ഇപ്പോ നളന്ദ സർവകലാശാലയുടെ അവശിഷ്ടങ്ങൾ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് പഠനയാത്ര നടത്തുമ്പോൾ നളന്ദ സർവകലാശാല ഒരു പഠന വിഷയമാണ്. അപ്പോ അത്തരത്തിലുള്ള സ്തൂപങ്ങൾ, അത്തരത്തിലുള്ള അവരുടെ ആ കാലത്തെ ഭാഷ, അവരുടെ സംസ്കാരം, ഇതൊക്കെ പഠന വിഷയങ്ങളാണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു പോകാനാണ് നമുക്ക് സാധിക്കും. ഒരു ശരിക്കും യഥാർത്ഥത്തിൽ ഒരു ഇന്ത്യയെ കുറിച്ച് എന്താണ് ഇന്ത്യ, അത് പിന്നീട് ടീച്ചർ പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും. അതിൽ ബ്രിട്ടീഷുകാർ അതിൽ ഉപയോഗിക്കാറുള്ള ഒരു ടേം ഉണ്ട്. അത് പിന്നീട് നമുക്ക് അതിലേക്ക് വരുമ്പോൾ അതിനെക്കുറിച്ച് വിശദമാക്കാം. വെള്ളക്കാരെപ്പോഴും പറയാറ്, ഇത്രയും ഞാനിത് എടുത്തു പറയാനുള്ള ഒരു കാരണമുണ്ട്. ആധുനിക ഇന്ത്യ, ഇതിപ്പോ നമ്മള് ഈ ഒരു മധ്യകാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തുന്ന ടീച്ചർ തുടക്കം കുറിച്ചതിന്റെ തൊട്ട് മുമ്പാണ് ഞാനിത് പറഞ്ഞു നിർത്തിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയും സംസ്കാര സമ്പന്നമായിട്ടുള്ള സർവകലാശാലകളും അതുപോലെ തന്നെ പണ്ഡിത രത്നങ്ങളും നവരത്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന മഹത്തായ ഒരു സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ മഹത്തായ ഒരു പാരമ്പര്യത്തിന്റെ അവകാശികളായിട്ടുള്ള നമ്മുടെ അടുത്താണ് ബ്രിട്ടീഷുകാർ പിൽക്കാലത്ത് വരുമ്പോ എന്ത് പറയുന്നത്, അവർ പറയുന്ന ഒരു ടെക്നിക്കൽ ടേം ഉണ്ട്, വൈറ്റ് മാൻസ് ബർഡൻ, വെള്ളക്കാരന്റെ ഭാരമാണ്. അതായത് ഇന്ത്യക്കാരായിട്ടുള്ള ഇത് പിന്നീട് വരുന്ന സമയത്ത് ഇന്ത്യയിലെ ആളുകളെ സംസ്കാര സമ്പന്നരാക്കുന്ന ഭാരിച്ച ഒരു ഉത്തരവാദിത്തമാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് എന്നാണ് പിൽക്കാലത്ത് ബ്രിട്ടീഷുകാര് നമ്മളോട് പറഞ്ഞ ഒരു ഭാഷ്യം. വൈറ്റ് മാൻസ് ബർഡൻ എന്നാണ് അതിന് നമ്മൾ പറയും, അവിടെ അവർ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഞാനിത് എടുത്തു പറയാനുള്ള ഒരു കാരണം ഇത്രയധികം സർവകലാശാലകൾ, ഇത്രയധികം വിഷയങ്ങൾ, ഇത്രയധികം പഠന പ്രമേയങ്ങൾ, ഇത്രയൊക്കെ ഉണ്ടായിരുന്ന മഹത്തായ ഒരു സംസ്കാരമുള്ള, മഹത്തായിട്ടുള്ള ഒരു പൈതൃകമുള്ള
ഒരു പ്രദേശത്തിനെയാണ് കച്ചവടാവശ്യത്തിനായി വന്ന ബ്രിട്ടീഷുകാര് ഇങ്ങനെ വിശേഷിപ്പിച്ചതെന്ന് ഓർക്കണം. അപ്പൊ ഇതൊന്ന് നമ്മുടെ മനസ്സിലേക്കൊന്ന് ഇരുത്താൻ വേണ്ടി, ഉറപ്പിക്കാൻ വേണ്ടി ഞാനൊന്ന് പറഞ്ഞെന്നുള്ളൂ. പ്രിയപ്പെട്ട മെർലിൻ ടീച്ചർ അടുത്ത ഘട്ടത്തിലേക്കുള്ള തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ടാവും. സജീവമായിട്ടുള്ള ചർച്ചകൾ നമുക്ക് എന്തെങ്കിലും നടത്തണമെങ്കിൽ നമുക്ക് നടത്താം. അതിനുശേഷം നമുക്ക് അടുത്ത കാലഘട്ടത്തിലേക്ക് നമുക്ക് കടക്കാം. നിഷാൻ ടീച്ചറെ, ഡൽഹിയുടെ വീഡിയോ ഒന്ന് കാണിക്കണം. മാഷ, എനിക്ക് 2 വരി നളന്തേനെ കുറിച്ച് ഒന്ന് കൂട്ടിച്ചേർക്കാനായിട്ട്. തീർച്ചയായും ടീച്ചറെ, തീർച്ചയായും. മംഗള ടീച്ചറൊക്കെ സ്ഥിരം വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്. അല്ല, ഞാനേ വാസ്തവത്തില് ബുദ്ധിസമാണ് നമ്മുടെ ഒരു ഘടകം എന്ന് വെച്ചാല്, ബുദ്ധ ഭിക്ഷുക്കൾക്ക് ഒരിക്കലും ഒരു ദിവസത്തിൽ കൂടുതൽ ഒരിടത്ത് താമസിക്കില്ല അവര്. പക്ഷെ 4 മാസം, ചതുർമാസം എന്ന് പറയും അവര്, ആ മാസങ്ങളിൽ അവര് ഒരിടത്ത് സ്റ്റേ ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ അജന്ത, എല്ലോറ ഗുഹകള്, മറ്റ് അമരാവതി തുടങ്ങി പലയിടത്തുള്ള ഗുഹകൾ ഉണ്ടാവുന്നത് അവരുടെ താമസത്തിന് വേണ്ടിയിട്ടാണ്. അവരല്ലെങ്കിൽ മാവിൻ തോപ്പുകളിൽ താമസിക്കുന്നു. ഈ സമയത്ത് ഈ 4 മാസങ്ങളിൽ ഇവർ ഭയങ്കരമായിട്ട് ജ്യോതിശാസ്ത്രം, ഗണിതം, ഹേതുവിദ്യ മീൻസ് ലോജിക്ക്, അങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ച് കാര്യമായിട്ട് ചർച്ച നടത്തിയിട്ടാണ് അവർ. അങ്ങനെയാണ് നമ്മൾക്ക് ഇന്ത്യക്കും അല്ലെങ്കിൽ ഗ്രീസിനും എന്താ പറയാ, പൈത്തഗോറസിനും ഒക്കെ ഒരു ബുദ്ധിസ്റ്റ് ഇതുണ്ട്. അപ്പൊ ഇതെല്ലാ ആ അറിവുകളും ആ ഒരു വളർച്ചകൾ ബുദ്ധിസ്റ്റുകളുടെ ആ ഒരു ചർച്ചകൾക്കും അവരുടെ ഒരു ജീവിതത്തിനും ഈ നമ്മുടെ ഇന്ത്യ സ്വരൂപിച്ച പിൽക്കാല അറിവുകൾക്ക് നല്ല സ്വാധീനമുണ്ട്. ബീഹാറിലാണ് ബോധ്ഗയ. ബോധ്ഗയ മീൻസ് ബുദ്ധൻ എൻലൈറ്റഡ് ആയിട്ടുള്ള പ്ലേസ് എന്നുള്ള രീതിയിൽ ബുദ്ധിസ്റ്റുകൾ വളരെ പ്രാധാന്യം കൊടുത്ത് കാണുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അങ്ങനെ അത് തകർത്തിട്ടാണ് അവർ നേരെ നളന്ദയിലേക്ക് കടക്കുന്നത്. എല്ലാവരും എത്രയോ ബുദ്ധഭിക്ഷുക്കളുടെ തല വെട്ടിക്കളഞ്ഞു. അപ്പൊ പിന്നെ ഈ എന്താ പറയാ, 6 മാസമാണ് ഈ സംഭവം നിന്ന് കത്തിയിരുന്നത്. ഈ എന്താ പറയാ ലൈബ്രറി. കാരണം ആദ്യം ചോദിച്ചു അവരുടെ വേദഗ്രന്ഥം അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അതിന്റെ ആൻസർ ഇല്ല. ഒരാളെ വിട്ട് ചോദിച്ചു, ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഇത് ബുദ്ധഭിക്ഷുക്കൾക്ക് രക്ഷപ്പെടാതിരിക്കാനും ഈ ലൈബ്രറി സംരക്ഷിക്കപ്പെടാതിരിക്കാനും 6 മാസത്തോളം കാവലും നിന്നു എന്നാ പറയുന്നത്. ഇനി ഇതിന്റെ ഒരു ബാക്കായിട്ട് ഞാൻ പറയാം, ഇതെല്ലാം കത്തിപ്പോയിട്ട് ഒരു സംസ്കൃത, ഞാൻ ഇത് വിഷയമല്ല, നമ്മളതിന്റെ ഒരു കാൽപ്പനിക ഭാവം എന്നുള്ള രീതിയിൽ ഞാൻ പറയാണ്, ഒരേ ഒരു സംസ്കൃത വ്യാകരണ ഗ്രന്ഥം ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. എന്നിട്ട് അത് മാത്രം അന്ന് 90 വയസ്സുള്ള ഒരു ബുദ്ധ സന്യാസി അതൊരു കുട്ടീനെ പഠിപ്പിക്കുന്നത് കാണുകയാണ്. പിന്നീട് കുറെ കാലങ്ങൾക്ക് ശേഷം ചൈനയിൽ നിന്ന് വന്ന ഒരു യാത്രികൻ. എന്നിട്ട് അയാള് കാണുമ്പോൾ അപ്പോഴും വീണ്ടും പിന്നീട് ഈ ഇസ്ലാമിക ആ ആക്രമണങ്ങൾ പിന്നീടും നടന്നിരുന്നേ. അപ്പൊ വീണ്ടും ഇയാള് സഞ്ചരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ആക്രമണത്തിന്റെ മുന്നോടിയായിട്ട് നിൽക്കുന്ന നേരമായതുകൊണ്ട് ഈ ബുക്ക് ഇയാളെ ഏൽപ്പിച്ചിട്ട് ഈ സന്യാസിയും ഈ പഠിക്കുന്ന കുട്ടിയും ഓടി മറിയും. അപ്പൊ ഇത് നമുക്ക് നമ്മളുടെ 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റിലാണ് ഫസ്റ്റത്തെ യൂണിറ്റ് തന്നെ പ്രീ ഹിസ്റ്ററി, ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറഞ്ഞിട്ട് തരംതിരിച്ച് വരുന്നത്. അപ്പൊ നമ്മൾ ഇന്നലെ ബ്രോൺസ് ഏജ് സിവിലൈസേഷന്റെ 4 നദീതട സംസ്കാരങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയുടെ രേഖപ്പെടുത്തിയിട്ടുള്ള ചരിത്രം ആരംഭിക്കുന്നത് നമ്മൾ 5ാം ക്ലാസ്സിലാണ് അത് വരുന്നത്. 5ാം ക്ലാസ്സിൽ നമ്മൾ വേദിക് പീരീഡ് വരുന്നത്. ഇതില് ഹാരപ്പൻ സിവിലൈസേഷൻ അതിന്റെ മെച്യൂർഡ് ആയിട്ടുള്ള ആ സമയമാണ് 2900 BC മുതൽ 1700 BC വരെയുള്ളത്. പീരീഡൈസേഷനെ കുറിച്ചിട്ടുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊന്ന് കാണിക്കുന്നത്. അപ്പൊ നമ്മുടെ അയേൺ ഏജ് തുടങ്ങുന്നത് 5th ക്ലാസ്സിൽ ആണ് അവിടെ വരുന്നത്. 1500 BC ആര്യന്മാരുടെ വരവോട് കൂടിയിട്ടാണ് എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഹാരപ്പൻ സിവിലൈസേഷന്റെ എപ്പോഴാണ് അതിനെക്കുറിച്ചുള്ള എക്സ്കവേഷൻസ്, ബ്രിട്ടീഷുകാർ നടത്തിയ എക്സ്കവേഷൻസിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു സിവിലൈസേഷൻ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പൊ 5ാം ക്ലാസ്സില് 7ാമത്തെ യൂണിറ്റില് 87ാമത്തെ പേജ് മുതലാണ് വേദ കാലഘട്ടത്തെ കുറിച്ച് പരാമർശിക്കുന്നത്. ഇത് തന്നെ നമുക്ക് 8ാം ക്ലാസ്സില് യൂണിറ്റ് 8ല് 127ാമത്തെ പേജ് മുതൽ. അപ്പൊ അത് അനുബന്ധത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിനെ തുടർന്നാണ് പ്രീ മൗര്യൻ ഏജ്. നമ്മുടെ പാഠപുസ്തകത്തിൽ തന്നെ അടുത്ത ഇതായിട്ട് ഇരുമ്പ് യുഗമാണ് നമ്മൾ വേദകാലം എന്നറിയപ്പെടുന്നത്. ഇരുമ്പ് കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്ന കാലഘട്ടം. ഇരുമ്പ് ഉപയോഗിച്ചിട്ടുള്ള ആയുധങ്ങൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. ഇത് യുദ്ധങ്ങളിലേക്കും
സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കുന്നതിലേക്കൊക്കെ നയിക്കുന്നതിന് ഇടയാക്കി എന്നാണ് പറയുന്നത്. പിന്നെ ഈ ഹാരപ്പൻ സിവിലൈസേഷന്റെ കാലത്ത് നഗരവൽക്കരണം, ഹാരപ്പൻ സിവിലൈസേഷന്റെ അവശിഷ്ടങ്ങളിലൂടെ വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള നഗരങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവുകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ ഈ വേദ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നഗരങ്ങളല്ല, അവിടെ ഗ്രാമങ്ങളാണ്, ഒരു ഗ്രാമീണ സംസ്കാരമാണ് അവിടെ ലഭിക്കുന്നത്. അത് കഴിഞ്ഞ് സെക്കൻഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ, നഗരങ്ങൾ രൂപപ്പെടുന്നത്, അതാണ് നമുക്ക് 5ാം ക്ലാസ്സിൽ തന്നെ 8ാമത്തെ യൂണിറ്റിൽ വരുന്ന മഹാജനപദങ്ങള്, 16 മഹാജനപദങ്ങള് രൂപപ്പെടുന്നതായിട്ട് പറയുന്ന കാലഘട്ടം. അതായത് പദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് മനുഷ്യന് ആദ്യമായിട്ട് കാലൂന്നിയ സ്ഥലങ്ങളെയാണ് നമ്മൾ പദങ്ങൾ എന്ന് പറയുന്നത്. അതായത് അങ്ങനെ ചേർന്ന് ചെറിയ ഗ്രാമങ്ങൾ രൂപപ്പെടുകയും പിന്നീട് അത് നേരത്തെ പറഞ്ഞ പോലെ നഗരവൽക്കരണത്തിലേക്ക് വന്നപ്പോൾ അത് മഹാജനപദാസായി മാറി. ഇനി അവിടെ നിന്നാണ് പിന്നെ നമ്മള് മൗര്യ ഡൈനസ്റ്റി, മൗര്യവംശത്തെ കുറിച്ചിട്ടൊക്കെ ടീച്ചർ പറഞ്ഞതാണ്, പിന്നെ അതിനെ കുറിച്ചിട്ടൊന്നും പറയേണ്ടതില്ല. അതുപോലെ പോസ്റ്റ് മൗര്യൻ പീരീഡ്, കൻവാസ്, ഇന്തോ ഗ്രീക്സ്, ശകാസ്, പാർത്തിയൻസ്, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് നമ്മൾ AD യിലേക്ക്, ഇപ്പൊ പോസ്റ്റ് മൗര്യൻ പീരീഡിൽ 300 AD, ഗുപ്ത പീരീഡ്, ഗുപ്ത കാലഘട്ടം 4th സെഞ്ചുറി മുതൽ 6th സെഞ്ചുറി AD വരെ. പിന്നെയാണ് മാഷ് പറഞ്ഞു ഹർഷ കാലഘട്ടത്തെ കുറിച്ച് പറഞ്ഞു, 606 AD മുതൽ 647 AD വരെയുള്ള കാലഘട്ടം. ഇനി അടുത്ത ഭാഗമാണ് നമുക്ക് 6th ക്ലാസ്സിൽ ആരംഭിക്കുന്ന നമ്മുടെ മിഡീവൽ പീരീഡ് ആരംഭിക്കുന്നത് 8th സെഞ്ചുറി. അപ്പൊ അതിന്റെ വീഡിയോ ഇപ്പൊ പ്രസന്റ് ചെയ്യാം കേട്ടോ. CE8-ാം നൂറ്റാണ്ടിൽ രജപുത്ര വിഭാഗത്തിൽപ്പെട്ട തോമര രാജാക്കന്മാരുടെ കാലത്താണ് ഡൽഹി ആദ്യമായി അധികാര കേന്ദ്രമാകുന്നത്. അക്കാലത്ത് ദില്ലിക എന്ന പേരിലാണ് ഡൽഹി അറിയപ്പെട്ടിരുന്നത്. തോമര രാജാക്കന്മാരെ തുടർന്ന് ചൗഹാൻ രാജവംശത്തിൽപ്പെട്ടവർ ഡൽഹിയിൽ ഭരണാധികാരികളായി. ചൗഹാൻ വംശത്തിലെ അവസാന ഭരണാധികാരിയായിരുന്നു പൃഥ്വിരാജ് ചൗഹാൻ. അദ്ദേഹത്തെ കീഴടക്കി ഘോറിലെ മുഹമ്മദ് ഡൽഹിയിൽ ആധിപത്യം ഉറപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ സേനാനായകനായിരുന്നു കുത്ബുദ്ദീൻ ഐബക്ക്. ഘോറിലെ മുഹമ്മദിന്റെ മരണശേഷം CE 1106 ഐബക്ക് ഡൽഹി കേന്ദ്രമാക്കി ഭരണം ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ രാജവംശം മംലൂക്ക് വംശം അഥവാ അടിമ വംശം എന്നറിയപ്പെടുന്നു. മംലൂക്ക് വംശത്തെ തുടർന്ന് വേറെ 4 രാജവംശങ്ങൾ 1526 വരെ ഡൽഹി ആസ്ഥാനമാക്കി ഭരണം നടത്തി. CE 1206 മുതൽ CE 1526 വരെ ഡൽഹി ആസ്ഥാനമാക്കി ഭരണം നടത്തിയവർ സുൽത്താൻമാർ എന്നും ഈ കാലം സൽത്തനത്ത് കാലം എന്നും അറിയപ്പെടുന്നു. ഇനി നമുക്ക് ഡൽഹി അധികാര കേന്ദ്രമായിട്ടുള്ള കാര്യങ്ങള്. ഡൽഹിയുടെ ആദ്യത്തെ പേര് ദില്ലിക എന്നാണ്. അതുപോലെ തന്നെ ഈ തോമര രാജവംശത്തെ തുടർന്ന് ചൗഹാൻ രാജവംശത്തിൽപ്പെട്ടവരാണ് ഡൽഹിയിലെ ഭരണാധികാരികളായി മാറുന്നത്. ചൗഹാൻ വംശത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട അവസാനത്തെ ഭരണാധികാരിയായിരുന്നു പൃഥ്വിരാജ് ചൗഹാൻ. അദ്ദേഹത്തെ കീഴടക്കിയത് മുഹമ്മദ് ഗോറി. അങ്ങനെ ഡൽഹിയിലെ ആധിപത്യം സ്ഥാപിച്ചു. ഈ പൃഥ്വിരാജ് ചൗഹാനെ കുറിച്ച് നല്ല കഥകളുണ്ട്. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞ സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം. അതായത് ഉത്തരേന്ത്യ ഭരിച്ചിരുന്നത് പൃഥ്വിരാജ് ചൗഹാനായിരുന്നു. അഫ്ഗാൻ ഭരണാധികാരി ആയിരുന്നു മുഹമ്മദ് ഗോറി. ഈ മുഹമ്മദ് ഗോറിയെ പരാജയപ്പെടുത്തിയതാണ് പൃഥ്വിരാജ് ചൗഹാൻ. അങ്ങനെ തീരാത്ത പകയോടെ തുടർച്ചയായ 15 തവണ മുഹമ്മദ് ഗോറി ഭാരതത്തെ ആക്രമിക്കുകയും ഈ 15 പ്രാവശ്യവും പൃഥ്വിരാജിന് മുൻപിൽ തോൽക്കുകയും ചെയ്തിരിക്കുകയാണ്. അക്കാലത്തെ ഭാരതീയ സംസ്കാരത്തിന്റെ ഒരു പ്രത്യേകതയാണ് പിന്തിരിഞ്ഞ് ഓടുന്ന വ്യക്തിയെ ആക്രമിക്കരുത് എന്ന ഭാരതീയ സംസ്കാരത്തിൽ വിശ്വസിയായിരുന്നു പൃഥ്വിരാജ്. കൊല്ലാതെ വിടുന്നു. എന്നാൽ അവസാനം സൂര്യോദയം അസ്തമയം വരെ മാത്രം യുദ്ധം ചെയ്യുന്ന ഭാരതീയരുടെ സംസ്കാരം മനസ്സിലാക്കിക്കൊണ്ട് മുഹമ്മദ് ഗോറി രാത്രിയിൽ കൊട്ടാരം ആക്രമിച്ച് പൃഥ്വിരാജിനെ പരാജയപ്പെടുത്തുന്നു. ഗോറിയുടെ മുൻപിൽ ഹാജരാക്കിയ പൃഥ്വിരാജിനെ തന്റെ നേരെ തീക്ഷ്ണമായി ഒറ്റ കാരണത്താൽ
പൃഥ്വിരാജിനോട് തല കുനിച്ചു നിൽക്കാൻ ഗൗരി ആജ്ഞാപിക്കുന്നു. അനുസരിക്കാത്ത പൃഥ്വിരാജിനെ കോപാകുലനായ ഗൗരി കണ്ണുകൾ ചൂഴ്ന്നെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പിന്നീട് കാരാഗ്രഹവാസമാണ്. പിന്നീടാണ് ഈ അദ്ദേഹത്തിന്റെ പൃഥ്വിരാജിന്റെ വീരകഥകൾ ഗൗരി അറിയുന്നത്. അതിലൊന്നായിരുന്നു ശബ്ദം കേട്ട ദിക്കിലേക്ക് അമ്പയച്ചുകൊണ്ട് ലക്ഷ്യം ഭേദിക്കാനുള്ള പൃഥ്വിരാജിന്റെ കഴിവ്. പരീക്ഷിക്കാൻ മത്സരവേദി ഒരുക്കുന്നു. സുൽത്താൻ ഉത്തരവിടുമ്പോൾ സൈനികർ തയ്യാറാക്കിയിരുന്ന കുതിരയെ അടിച്ച് ശബ്ദമുണ്ടാക്കുക, ഇതായിരുന്നു രീതി. ഉടൻ തന്നെ അന്ധനായ പൃഥ്വിരാജ് കുതിരയെ ശബ്ദത്തിന്റെ സഹായത്തോടുകൂടി അമ്പയച്ച് വധിക്കണം. ഇതായിരുന്നു വ്യവസ്ഥയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ സുൽത്താന്റെ ശബ്ദം കേട്ട ദിക്കിലേക്ക് ലക്ഷ്യം തെറ്റാതെ കുതിരയ്ക്കു പകരം മുഹമ്മദ് ഗോറിയെ പൃഥ്വിരാജ് വധിക്കുന്നു. അമ്പ് കഴുത്തിൽ തറച്ചു കയറി കയറി തൽക്ഷണം മരണപ്പെടുന്നു. കണ്ണില്ലാതെ തന്നെ സുൽത്താന്റെ സൈന്യം പിച്ചിക്കീറുമെന്ന് മനസ്സിലാക്കിയ പൃഥ്വിരാജ് അടുത്ത അമ്പ് സ്വന്തം നെഞ്ചിലിറക്കി സ്വയം മരണം വരികയും ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ കഥ. അതിനിടയിൽ നമുക്ക് വേണമെങ്കിൽ പൃഥ്വിരാജിന്റെ വിവാഹം, അത് ഒരു പ്രണയകഥയാണ്. അപ്പൊ അത് നമുക്ക് ഗൂഗിളിലും അതുപോലെ തന്നെ ഇതിനൊക്കെ ബുക്കുകളിലൊക്കെ ധാരാളം ഉണ്ട്. അദ്ദേഹം വിവാഹം കഴിച്ചത് സംയുക്ത രാജകുമാരിയാണ്. അപ്പൊ സംയുക്തയുടെ അച്ഛനാണ് ജയചന്ദ്രൻ. അപ്പൊ അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇന്നത്തെ ഒരു കാലഘട്ടത്തോട് നമുക്ക് അതിനെ സാമ്യപ്പെടുത്താം. അങ്ങനെ വിവാഹ ദിവസം പട്ടുവസ്ത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ച തൂണുകളിൽ ഒളിച്ചിരുന്ന പൃഥ്വിരാജ് മുഹൂർത്ത സമയത്ത് ഈ പട്ടുവസ്ത്രങ്ങൾ ഭേദിച്ച് നെടുകെ പിളർന്നുകൊണ്ട് വാളുകൊണ്ട് നെടുകെ പിളർന്ന് മുഹൂർത്ത സമയത്ത് സംയുക്ത രാജകുമാരിയെ കുതിരപ്പുറത്ത് തട്ടിക്കൊണ്ടു പോകുന്നതാണ് കഥ. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഈ കുട്ടികൾക്ക് കഥകൾ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് പഠിപ്പിക്കാനും കാര്യങ്ങൾക്കൊക്കെ സാധിക്കും. പിന്നീടാണ് കുത്തബ്ദീൻ ഐബക്കിന്റെ ഒരു വരവ്. അപ്പോ ചൗഹാൻ വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായ പൃഥ്വിരാജിന്റെ ഭരണശേഷം ഈ മുഹമ്മദ് ഗോറിയുടെ സേനാനായകനായിരുന്നു കുത്തബ്ദീൻ ഐബക്ക്. അപ്പോ ഗോറിലെ മുഹമ്മദിന്റെ മരണശേഷം CE 1206 കുത്തബ്ദീൻ ഐബക്ക് ഡൽഹി കേന്ദ്രമായി ഭരണം ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ രാജവംശമാണ് മംലൂക്കിനെ തുടർന്ന് 4 വംശങ്ങള് ഖൽജി, തുഗ്ലക്ക്, സയ്യിദ് വംശം, ലോധി വംശം എന്നിങ്ങനെ വരുന്നുണ്ട്. അധികാരത്തിൽ വന്ന വ്യക്തിയാണ് ഇൽത്തുമിഷ്. 2 നാണയങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. തങ്ക നാണയങ്ങളാണ്. ഈ കാലഘട്ടത്തിൽ തന്നെയാണ് സുൽത്താന റസിയയുടെ ഒരു വരവ്. ഡൽഹി ത്തിലെ ഏക വനിതാ ഭരണാധികാരിയായിരുന്നു സുൽത്താന റസിയ. ഈ മംലൂക്ക് വംശത്തെ തുടർന്ന് അധികാരത്തിൽ വന്നത് ഖൽജി വംശമാണെന്ന് നേരത്തെ സൂചിപ്പിച്ചു. ഖൽജി വംശത്തിലെ പ്രധാനപ്പെട്ട ഭരണാധികാരിയായിരുന്നു അലാവുദ്ദീൻ ഖൽജി. ഈ പാഠഭാഗങ്ങൾ വരുന്നത് 6ാം ക്ലാസ്സിലാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് തെക്കേ ഇന്ത്യയിലും പടിഞ്ഞാറ് ഇന്ത്യയിലുള്ള പ്രദേശങ്ങള് ഡൽഹി സുൽത്താൻമാരുടെ ഭരണത്തിന് കീഴിലായത്. ഗുജറാത്താണ് അദ്ദേഹത്തിന്റെ അധീനതയിലായിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ ഈ ഗുജറാത്തിന്റെ പ്രത്യേകത നമുക്ക് പറഞ്ഞു കൊടുക്കാം. നീണ്ട സമുദ്രതീരം അതായിരുന്നു ഇതിന്റെ പ്രത്യേകത. അപ്പൊ അതുപോലെ തന്നെ നിരവധി തുറമുഖങ്ങള് ഗുജറാത്തിലുണ്ട്. ഗുജറാത്ത് കീഴടക്കിയതോടുകൂടി തുറമുഖങ്ങള് അലാവുദ്ദീൻ ഖൽജിയുടെ നിയന്ത്രണത്തിനായി. ഇറാഖിൽ നിന്ന് തുറമുഖങ്ങൾ വഴി ധാരാളം കുതിരകളെ, നല്ല ഏറ്റവും മികച്ച ഇനം കുതിരകളെ ഇറക്കുമതി ചെയ്യാൻ കഴിഞ്ഞു. അതാണ് പ്രത്യേകത. അപ്പൊ അദ്ദേഹത്തിന്റെ സൈന്യബലം ശക്തിപ്പെട്ടു. ഈ സൈന്യത്തിന്റെ സഹായത്തോടു കൂടി ഇന്ത്യയിലും പടിഞ്ഞാറ് ഇന്ത്യയിലുമുള്ള പ്രദേശങ്ങള് അലാവുദ്ദീൻ ഖൽജി തന്റെ നിയന്ത്രണത്തില് ആക്കി. പിന്നീടാണ് തുഗ്ലക് വംശം വരുന്നത്. മുഹമ്മദ് ബിൻ തുഗ്ലക്ക്, നമുക്കറിയാം അദ്ദേഹം ഭരണം തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലോട്ട് മാറ്റി. അതിന് ദൗലത്താബാദ് എന്ന് പേര് കൊടുത്തു. പിന്നീട് അവിടെ നിന്ന് തലസ്ഥാനം വീണ്ടും ഡൽഹിയിലേക്ക് മാറ്റി. ഇത് പണ്ഡിതനായിട്ടുള്ള ഒരു വിഡ്ഢി എന്നാണ് അദ്ദേഹത്തിനെ പറയുന്നത്. എന്നാൽ തലസ്ഥാന മാറ്റം ഫലപ്രദമല്ലെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ഈ തീരുമാനം പിൻവലിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് പാനിപ്പറ്റ് യുദ്ധങ്ങളാണ്. ഡൽഹിക്ക് അടുത്തുള്ള പാനിപ്പറ്റില്, ഇന്നത്തെ അഫ്ഗാനിസ്ഥാനാണ് അത്, ഭരണാധികാരിയായ ബാബറുടെയും സൽത്തനത്ത് ഭരണാധികാരി ഇബ്രാഹിം ലോധിയുടെയും സൈന്യങ്ങൾ ഏറ്റുമുട്ടി. ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി ബാബർ ഡൽഹി പിടിച്ചടക്കുന്നു.
അന്ന് കാലത്തെ യുദ്ധത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് പീരങ്കി ഉപയോഗിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഗൺ പൗഡർ, വെടിമരുന്ന് ഉപയോഗിച്ചു. ഇത് ബാബറുടെ സൈന്യത്തിന് ഇബ്രാഹിം ലോധിയുടെ സൈന്യത്തെ എളുപ്പത്തിൽ പരാജയപ്പെടുത്താനായിട്ട് സാധിക്കുന്നു. പിന്നെ മുഗൾ ഭരണാധികാരികള് നമുക്ക് എല്ലാവർക്കും അറിയാം, ബാബർ, ഹുമയൂൺ. ഹുമയൂൺ 2 കാലഘട്ടമായിട്ടാണ് ഭരിക്കുന്നത്. 1530 മുതൽ 1540 വരെ, പിന്നീട് 1555 മുതൽ 1556 വരെ. ഹുമയൂണിന്റെ മകനാണ് അക്ബർ, പിന്നീട് ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസീബ്. അപ്പൊ ബാബറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാബർ എന്ന നെയിമിന്റെ അർത്ഥം തന്നെ സിംഹം അല്ലെങ്കിൽ ധീരൻ എന്നാണ് അർത്ഥം. അപ്പൊ അദ്ദേഹത്തിന് യുദ്ധഭൂമിയിൽ ധാരാളം അനുഭവജ്ഞാനമുള്ള വ്യക്തിയാണ്. ആരെയും കൂസാത്ത ആത്മധൈര്യം ഉണ്ടായിരുന്നു. രജപുത്രരെ പോലെ ആനകളെയല്ല യുദ്ധക്കളത്തിൽ വിജയത്തിനായിട്ട് അദ്ദേഹം ആശ്രയിക്കുന്നത്. അദ്ദേഹം അശ്വസേന, പീരങ്കിപ്പട എന്നിവയാണ് ആശ്രയിക്കുന്നത്. പിന്നെ ബാബറുടെ മരണശേഷം ഹുമയൂൺ അധികാരത്തിൽ വരുന്നു. ഹുമയൂണിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ തന്റെ സ്വകാര്യ ജീവിതത്തില് അങ്ങേയറ്റം കുലീനതയും മാന്യതയും പാലിച്ച ഒരു വ്യക്തിയാണ് ഹുമയൂൺ. ഭരണരംഗത്ത് ദയനീയമായ ഒരു പരാജയം തന്നെ എന്ന് പറയാം. അന്യരോട് വളരെ ഔദാര്യത്തോടും മഹാമനസ്കതയോടും നർമ്മബോധത്തോടും കൂടിയാണ് അദ്ദേഹം പെരുമാറിയിരുന്നത്. ഈ സദ്ഗുണങ്ങളെയെല്ലാം ചൂഷണം ചെയ്ത് മറ്റുള്ളവർ സ്വാർത്ഥ ലാഭത്തിനായിട്ട് ഉപയോഗിച്ചു. എന്തും കേട്ട മാത്രയിൽ വിശ്വസിക്കുന്ന പ്രകൃതക്കാരനായിരുന്നു അദ്ദേഹം. മുഖസ്തുതിക്കാർക്കും അദ്ദേഹത്തെ അനായാസേന കബളിപ്പിക്കാൻ സാധിച്ചിരുന്നു. ശരിക്കും പറഞ്ഞാല് ഹുമയൂൺ നല്ല മടിയനായിരുന്നു, അതുപോലെ തന്നെ സുഖലോലുപനായിരുന്നു. അധികകാലം ഭരിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ദിവസം കോണിപ്പടി വഴി ഇറങ്ങുമ്പോൾ കാല് തെറ്റി വീണിട്ടാണ് അദ്ദേഹത്തിന്റെ മരണം. ഹുമയൂണിന്റെ അന്ത്യം കുറിക്കുന്ന ഈ സംഭവവും അദ്ദേഹത്തിന്റെ ജീവിതകഥയും തമ്മിൽ വളരെയധികം അർത്ഥവത്തായിട്ടുള്ള ഒരു സാദൃശ്യമുണ്ട് എന്ന് ലെയിൻപൂൾ എന്ന ആൾ പറയുന്നുണ്ട്. ഹുമയൂണിന്റെ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന് ചേർന്നത് തന്നെയായിരുന്നു. കാരണം വീഴുവാനുള്ള സാധ്യത എവിടെയെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അത് നഷ്ടപ്പെടുത്തുന്ന ആളല്ല ഹുമയൂൺ. അദ്ദേഹം തന്റെ ജീവിതത്തിലും ഉരുണ്ടു വീണുകൊണ്ടിരുന്നു. ഉരുണ്ടു വീണ് തന്നെ ജീവിതത്തിനപ്പുറത്തേക്ക് അദ്ദേഹം കടന്നുപോയി. ഹുമയൂണിന് ശേഷമാണ് മഹാനായ അക്ബർ ചക്രവർത്തി. അക്ബറിന്റെ കാര്യം നമ്മളെ ഒരുപാട് പഠിപ്പിച്ചിട്ടുള്ളതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. മുഗൾ സാമ്രാജ്യം വിസ്തൃതമാക്കുന്നതിൽ അക്ബറാണ് പ്രധാന പങ്കുവഹിച്ചത്. അദ്ദേഹം വലിയൊരു സൈന്യത്തെ രൂപീകരിച്ചു. ഇതിനു വേണ്ടി വ്യത്യസ്തമായ ഒരു രീതി അദ്ദേഹം സ്വീകരിച്ചതാണ് മൻസബ്ദാരി സിസ്റ്റം. ഈ സിസ്റ്റത്തില് പറയുകയാണെങ്കിൽ ഓരോ ഉദ്യോഗസ്ഥനും തങ്ങളുടെ കീഴിൽ ഒരു നിശ്ചിത എണ്ണം സൈനികരെ നിലനിർത്തണം എന്ന് ബാധ്യസ്ഥരായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഭരണത്തിൽ സഹായിച്ചവര് രാജ മാൻസിംഗ്, ബീർബൽ കഥകളൊക്കെ നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. അങ്ങനത്തെ ഒരു ബുക്കൊക്കെ നമ്മുടെ ക്ലാസ്സിലൊക്കെ വാങ്ങിച്ചു വെച്ചാലൊക്കെ വളരെ ഉപകാരമായിരിക്കും. പിന്നെ അക്ബറുടെ അധീനതയിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളൊക്കെ കീഴടക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങള് നമുക്ക് 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റില് മാപ്പ് ഉണ്ട് ഇതിനെ സംബന്ധിച്ച്. അക്ബറുടെ കാലഘട്ടത്തിലെ ഇന്ത്യ നമുക്ക് പഠിക്കാനുള്ളതാണ്. പിന്നെ അക്ബറുടെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ് അബുൽ ഫസല്. അദ്ദേഹം എഴുതിയ ചരിത്ര കൃതിയാണ് അക്ബർ നാമ. ഈ ബുക്കിന്റെ പ്രത്യേകത 3 വോളിയാണ് ഇതിനുള്ളത്. ആദ്യത്തെ ഭാഗം അക്ബറുടെ മുൻഗാമികളാണ്. രണ്ടാമത്തെ ഭാഗം അക്ബറുടെ ഭരണകാലത്തെയാണ് കാണിക്കുന്നത്. മൂന്നാമത്തെ ഭാഗം അക്ബറുടെ ഭരണ സംവിധാനത്തെ പ്രതിപാദിക്കുന്നതാണ്. ഈ മൂന്നാമത്തെ ഭാഗം ഐൻ ഇ അക്ബറി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. പിന്നീടാണ് അക്ബറിന് ശേഷം ജഹാംഗീർ ഭരണം ഏൽക്കുന്നത്. ജഹാംഗീറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബഹുഭാഷാ പണ്ഡിതൻ ആയിരുന്നു, ബുദ്ധിമാനായിരുന്നു. ഇസ്ലാം മത തത്വങ്ങൾ, ഹിന്ദു തത്വശാസ്ത്രം, ക്രിസ്തു മത ഗ്രന്ഥങ്ങൾ എന്നിവയിൽ അദ്ദേഹം വളരെ പാണ്ഡിത്യം നേടിയിരുന്ന വ്യക്തിയാണ്. കാവ്യരചനയും പ്രകൃതി നിരീക്ഷണവും വിനോദങ്ങളായിരുന്നു. അമിതമായ മദ്യപാനാസക്തിയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന എല്ലാ ഗുണങ്ങളെയും നിഷ്പ്രഭമാക്കിയത് എന്ന് വേണമെങ്കിൽ പറയാം. 16 വയസ്സിലാണ് മദ്യപാനം തുടങ്ങിയത്. അമിതമായ ഭോഗാസക്തിയിൽ മുഴുകി സുഖലോലുപമായ ജീവിതം നയിച്ച വ്യക്തിയാണ്. 1611 നൂർജഹാനുമായിട്ടുള്ള വിവാഹം. ഇതിനു മുമ്പ് ഈ നൂർജഹാനെ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് 20 വിവാഹ ബന്ധങ്ങളിൽ ഏർപ്പെട്ടിരുന്ന വ്യക്തിയാണ് എന്നാണ് പറയുന്നത്. പണ്ഡിതനായ കുടിയൻ എന്ന് വേണമെങ്കിൽ ഇദ്ദേഹത്തിനെ വിശേഷിപ്പിക്കാം. എന്നാല് നൂർജഹാന്റെ വരവ്, സമർത്ഥയും സുന്ദരിയും ബുദ്ധിമതിയുമായ നൂർജഹാന്റെ കൈകളിൽ ജഹാംഗീർ വെറും ഒരു പാവയായി മാറി എന്നാണ് പറയുന്നത്. നൂർജഹാനെ കുറിച്ച് പറയുകയാണെങ്കിൽ
അസാധാരണമായ കഴിവും രാജ്യതന്ത്രജ്ഞയും തികഞ്ഞ സമർത്ഥയുമായ ഒരു സ്ത്രീയായിരുന്നു. അതുപോലെ മെഹറുന്നീസ എന്നായിരുന്നു ആദ്യകാലത്തെ പേര്. അക്ബറുടെ രാജധാനിയിൽ ഉദ്യോഗം സ്വീകരിച്ച പേർഷ്യൻ വംശജനായ മിർസാഖിയാസ് ബെഗിന്റെ പുത്രിയാണ് മെഹറുന്നീസ. തന്റെ 17-ാം വയസ്സിൽ ഷേർ അഫ്ഗാൻ എന്ന ഒരു പേർഷ്യൻ യുവാവിന് വിവാഹം ചെയ്തു കൊടുക്കുകയാണ് ഈ നൂർജഹാന്. തുടർന്ന് ബംഗാളിലാണ് ജീവിതം ആരംഭിക്കുന്നത്. ജഹാംഗീർ ഇവരുമായി പ്രണയത്തിലാകുകയും 1607 ഷേർ അഫ്ഗാന്റെ പേരിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ മുഗൾ രാജധാനിയിലേക്ക് അയക്കാൻ ബംഗാൾ ഗവർണർ ഉത്തരവിടുന്നു. വാക്കുതർക്കത്തിനൊടുവിൽ ഷേർ വധിക്കപ്പെടുന്നു. വിധവയായ മെഹറുന്നീസ മുഗൾ രാജധാനിയിൽ തിരിച്ചെത്തി. പിന്നീടാണ് ജഹാംഗീറുമായിട്ടുള്ള വിവാഹം. വിവാഹശേഷം നൂർജഹാൻ എന്ന പേര് സ്വീകരിക്കുന്നു. അപ്പൊ ആദ്യകാലം നൂർ മഹൽ എന്നായിരുന്നു പേര്, കൊട്ടാരത്തിന്റെ പ്രകാശം എന്നായിരുന്നു. പിന്നീട് നൂർജഹാൻ എന്ന പേര് ലോകത്തിന്റെ പ്രകാശം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ വിവാഹം ചെയ്യുമ്പോൾ നൂർജഹാന് 35 വയസ്സായിരുന്നു. പക്ഷെ അസാധാരണമായ സൗന്ദര്യം അവർക്കുണ്ടായിരുന്നു. സൗന്ദര്യത്തിൽ മാത്രമല്ല, ബുദ്ധിമതിയായിരുന്നു അവര്. പേർഷ്യൻ ഭാഷയിൽ സാമാന്യം നല്ലൊരു കവയിത്രി ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. വസ്ത്രധാരണത്തിലും ആഭരണ അലങ്കാരങ്ങളിലും നവീന രീതികൾ അവര് ആവിഷ്കരിച്ചിട്ടുണ്ട്. മാത്രമല്ല കുതിരസവാരി, നായാട്ട് എന്നിവയിലെ വളരെയധികം കഴിവുള്ള വ്യക്തിയായിരുന്നു. നമുക്ക് ഇങ്ങനെയുള്ള ഫിലിമുകളായിട്ട്, ചരിത്രം ആയിട്ടുള്ള ഫിലിമുകള്, ബാഹുബലി ഫിലിമൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ സമയം ഓർമ്മിപ്പിക്കാം കുട്ടികളെ കേട്ടോ. ധൈര്യം, കാര്യശേഷി എന്നിവ ഉണ്ടായിരുന്നു അവർക്ക്. സങ്കീർണമായ രാഷ്ട്രീയ പ്രശ്നങ്ങൾ വിശകലനം ചെയ്യുന്നതിലും അവയ്ക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിലും അവർക്കുണ്ടായിരുന്ന കഴിവ് അന്യാദൃശ്യം തന്നെയാണ്. യുദ്ധക്കളത്തില് ആനപ്പുറത്തിരുന്ന് നേരിട്ട് സൈന്യങ്ങളെ നയിക്കുന്നതിൽ അവർ കാണിച്ച ധൈര്യം സേനാധിപരെ അത്ഭുതപ്പെടുത്തിയിരുന്നു. ദരിദ്രരോടും അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളോടും അവർ പ്രത്യേകമായിട്ട് കരുണ കാണിച്ചു. ഒരുപാട് ഗുണങ്ങൾ അവർക്കുണ്ടെങ്കിലും ന്യൂനതകൾ ധാരാളം ഉണ്ടായിരുന്നു. അധികാരത്തിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. അഭിമാന ഗർവ് ഉണ്ടായിരുന്നു. അതുപോലെ തത്വദീക്ഷ ഇല്ലായ്മ, അഹന്ത, സ്വജനപക്ഷപാതം എന്നീ സഹജമായ ദോഷങ്ങൾ നൂർജഹാന്റെ പരാജയത്തിന് വഴിതെളിച്ചു എന്ന് വേണം പറയാൻ. നൂർജഹാൻ തന്റെ കൊട്ടാരത്തില് സ്വന്തം ദർബാറുകൾ നടത്തുകയും നാണയങ്ങളിൽ തന്റെ പേര് അച്ചടിക്കുകയും ചെയ്തു. അത് പിതാവിനെ പ്രധാനമന്ത്രിയായും സഹോദരനെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായി നിയമിച്ചു. അതുപോലെ തന്നെ നൂർജഹാൻ ചെയ്ത കാര്യം, അവരുടെ ആദ്യത്തെ വിവാഹത്തിൽ ഉണ്ടായിരുന്ന മോളുടെ മരുമകനെ മുഗൾ ചക്രവർത്തിയാക്കാനായിട്ട് ഉപജാപങ്ങൾ നടത്തി. പ്രഭുക്കന്മാരും പ്രമാണികളും ഇതോടുകൂടി അവരെ വെറുത്തു. പെരുമാറ്റം ഇവരുടെ അത്ര സുഖകരമായിരുന്നില്ല. സ്വേച്ഛാധിപതി ആയിരുന്നു അവര്. പിന്നീട് കുറച്ചു നാളുടെ ഭരണശേഷം അവര് അധികാരം കീഴടക്കുന്നതാണ് ഷാജഹാൻ ചക്രവർത്തി. അപ്പോ അവർക്ക് ഏകദേശം വാർഷിക വരുമാനമായിട്ട് 2 ലക്ഷം രൂപ അത് പ്രദാനം ചെയ്തുകൊണ്ടാണ് ജഹാംഗീർ അവരെ ഭരണത്തിൽ നിന്നും ഒഴിവാക്കുന്നത്. പിന്നീട് ഷാജഹാൻ ചക്രവർത്തിയുടെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. മുംതാസ് മഹല്, താജ്മഹല്, ആഗ്രയിലെ താജ്മഹല്, അതിന്റെയൊക്കെ സ്ലൈഡ്സ് നമുക്കൊക്കെ കാണിക്കാം. പിന്നെ അതിനുശേഷം വരുന്ന ഭരണാധികാരിയാണ് ഔറംഗസീബ്. പേർഷ്യ സഞ്ചാരിയായിരുന്ന അബ്ദുൾ റസാഖ് വിവരിക്കുന്ന കാര്യങ്ങള്, ഈ രാജാവിന്റെ ഭരണത്തിന് കീഴിൽ കോഴിക്കോടിനെ പോലെയുള്ള 300 തുറമുഖങ്ങളെങ്കിലും ഉണ്ട്. അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിലുള്ള പ്രദേശങ്ങളിൽ യാത്ര ചെയ്യണമെങ്കിൽ കുറഞ്ഞത് 3 മാസമെങ്കിലും നമുക്ക് സമയം വേണം. രാജ്യത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഫലഭൂയിഷ്ടവും പതിവായി കൃഷി ഇറക്കുന്നതുമാണ്. സൈന്യത്തിന്റെ അംഗബലം തന്നെ 11 ലക്ഷം വരും എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന പേർഷ്യൻ സഞ്ചാരിയാണ് അബ്ദുൾ റസാഖ്.
അപ്പൊ നമുക്ക് 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റില് ഒരുപാട് സഞ്ചാരികളെ സെക്കൻഡ് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ വിജയനഗര സാമ്രാജ്യം, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ 14ാം നൂറ്റാണ്ടിൽ നിലവിൽ വന്ന വിജയനഗര രാജ്യത്തിന്റെ സ്ഥാപകര് ഹരിഹരൻ ഗുപ്തൻ എന്നിവരാണ്. പക്ഷെ വിജയനഗര രാജ്യത്തിലെ പ്രധാനപ്പെട്ട ഭരണാധികാരി കൃഷ്ണദേവരായരാണ്. ഇനി അടുത്തത് നമുക്ക് ബാമിനി രാജ്യമാണ്. അതിലെ ബാമിനി രാജ്യത്തിന്റെ സ്ഥാപകൻ ആയിട്ട് വരുന്നത് അലാവുദ്ദീൻ ഹസൻ ബാമൻ ഷാ ആണ്. 2 നദികൾക്കിടയിലാണ് ഈ റൈച്ചൂർ പ്രദേശം കിടക്കുന്നത്. അത് കൃഷ്ണ, തുംഗഭദ്ര എന്നീ നദികൾക്കിടയിലാണ്. അത് ഫലഭൂയിഷ്ടിയുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അത് ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്ന് ഇത് അറിയപ്പെടുന്നുണ്ട്. ഈ പ്രദേശത്ത് ആധിപത്യം നേടാൻ വിജയനഗര ഭരണാധികാരികളും ബാമിനി രാജാക്കന്മാരും നിരന്തരമായിട്ടുള്ള യുദ്ധങ്ങൾ നടത്തിയിരുന്നു. ഇന്ത്യൻ ഹിസ്റ്ററിയിലെ മിഡീവൽ പീരീഡ് തുടങ്ങുന്നത് നമ്മൾ വേൾഡ് ഹിസ്റ്ററി ആയിട്ട് ഒരു 3 നൂറ്റാണ്ടുകളുടെ വ്യത്യാസമാണ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ വരുന്നുണ്ട്. വേൾഡ് ഹിസ്റ്ററിയിൽ മിഡീവൽ പീരീഡ് വരുന്നത് 5th സെഞ്ചുറി മുതൽ 15th സെഞ്ചുറി വരെയാണ്. എന്നാൽ ഇന്ത്യയിൽ മിഡീവൽ പീരീഡ് വരുന്നത് 8th സെഞ്ചുറി മുതൽ 18th സെഞ്ചുറി വരെയാണ്. ഈ ഇങ്ങനൊരു പീരീഡൈസേഷൻ ഒരു ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള അപ്പോ ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് വന്ന വിദേശികള് അറബികളാണ്. ഈ തോമരന്മാരും ഇപ്പോ 8ാമത്തെ നൂറ്റാണ്ടില് ആദ്യ കാലഘട്ടത്തില് ഹിന്ദു രാജാക്കന്മാര് തന്നെയാണ് ഇവിടെ തുടക്കത്തിൽ ഭരിച്ചിരുന്നത്. നമ്മള് തോമരന്മാര്, ചൗഹാന്മാര് ഭരിച്ചിരുന്ന കാലഘട്ടത്തെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. അതേ കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുകൂടി മുസ്ലിങ്ങൾ ഇന്ത്യയിലെത്തി. ആദ്യം അറബികള് കച്ചവട ആവശ്യത്തിനായിട്ടാണ് വന്നത്. അപ്പൊ ഈ അറബികള് ഇവിടെ കുറച്ചു കാലം 100 വർഷത്തോളം മാത്രമാണ് ഭരണം നടത്തിയിട്ട് തിരിച്ച് അറേബ്യയിലേക്ക് പോയി. പക്ഷെ അറബികളുടെ ഒരു സംഭാവനയാണ് ഈ ഇസ്ലാം മതം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അറബികൾ ഇവിടെ ആധിപത്യം ഇവിടെ ആക്രമിക്കാനുള്ള കാരണമായിട്ട് പറയുന്നത് അറബികളുടെ ഒരു കപ്പല് സിന്ധിനടുത്ത് വെച്ചിട്ട് പിടിച്ചെടുത്ത് കൊള്ളയടിച്ചു എന്നാണ്. അപ്പൊ അതിനൊരു പ്രതികാരമായിട്ട് അറബികൾ സിന്ധ് ആക്രമിച്ചു. പിന്നെ സിന്ധിലെ ഭരണാധികാരികൾ ചെറുത്തു നിന്നെങ്കിലും പിന്നീട് അവർ പരാജയപ്പെട്ടു. പിന്നെ തൊട്ടടുത്ത പ്രദേശമായിട്ടുള്ള മുൾട്ടാൻ അവർ കീഴടക്കി. അങ്ങനെ സിന്ധ് മുൾട്ടാൻ പ്രദേശങ്ങളിൽ മാത്രമായിട്ട് ഒരു 100 വർഷത്തോളം അറബികൾ ഭരണം നടത്തിയതായിട്ട് പറയുന്നുണ്ട്. അറബികൾക്ക് ശേഷമാണ് തുർക്കികൾ വരുന്നത്. നമ്മള് ഈ പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തി, മുഹമ്മദ് ഗോറി പരാജയപ്പെടുത്തി. അപ്പൊ ആ കാലഘട്ടത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇനി 18th സെഞ്ചുറി അദ്ദേഹം ഇപ്പൊ നമ്മൾ പറഞ്ഞ ജെയിംസ് മിൽ ഇങ്ങനെ തരം തിരിച്ചിട്ടുള്ളത് ബ്രിട്ടീഷുകാരുടെ വരവിനെയാണ്. ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷുകാർ വന്ന കാലഘട്ടത്തെയാണ് മോഡേൺ ഏജ് ആയിട്ട് ഇന്ത്യൻ ഹിസ്റ്ററിയില് പറയുന്നത്. അപ്പൊ നമുക്ക് 7ാം ക്ലാസ്സിൽ സ്വാഭാവികമായിട്ട് എനിക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു സംശയമാണ്, എന്തുകൊണ്ടാണ് 7ാം ക്ലാസ്സിലെ ആദ്യത്തെ യൂണിറ്റ് ഈ യൂണിറ്റുകൾ തമ്മിൽ ഒരു കണ്ടിന്യൂഷൻ ഇല്ലാത്തതുപോലെ തോന്നിയിരുന്നു. അതായത് ഫസ്റ്റത്തെ യൂണിറ്റ് തന്നെ യൂറോപ്പിലെ റിനൈസൻസിനെ കുറിച്ചിട്ട് പറയുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇന്ത്യയുടെ ചരിത്രത്തിലേക്ക് കടക്കുന്നു. അപ്പൊ അവിടെ തന്നെ ഇതൊക്കെ എന്താ യൂറോപ്പിന്റെ നവോത്ഥാനത്തെ കുറിച്ച് പഠിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം എന്താണെന്നൊക്കെ ഒരു സംശയം എനിക്കുണ്ടായിരുന്നു. അപ്പോ ഇപ്പോഴാണ് നമ്മൾ ഈ യൂറോപ്പ് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, പ്രത്യേകിച്ച് ഈ മഞ്ജുഷ ടീച്ചറുടെ ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് ഇന്ത്യയുടെ ചരിത്രം പഠിക്കണമെങ്കിൽ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലേക്ക് വരണമെങ്കിൽ ഈ കോൺസ്റ്റാന്റിനോപ്പിളിനെ കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങണം എന്നുള്ളത് മനസ്സിലായത്. അപ്പൊ ഈ കോൺസ്റ്റാന്റിനോപ്പിൾ നമ്മൾ മിഡീവൽ വേൾഡ് ഹിസ്റ്ററിയിലെ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കി. അപ്പോൾ പിന്നീടാണ് ഇതിന്റെ ഫലമായിട്ടാണ് ഒരു പുതിയ സമുദ്രപാത കണ്ടെത്തേണ്ടതായിട്ടുള്ള ആവശ്യം യൂറോപ്യൻസിന് വന്നത് എന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ആദ്യമായിട്ട് ഇന്ത്യയിലെത്തിയ വിദേശികള് അറബികളാണ്. പക്ഷെ ആദ്യമായിട്ട് എത്തിയ നമ്മള് യൂറോപ്യൻസ് എന്ന് പറയുമ്പോൾ അത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസ് നാവികനായിട്ടുള്ള വാസ്കോഡ ഗാമ 1498 ഇന്ത്യയിൽ 3 പ്രാവശ്യം അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ആദ്യമായിട്ട് അദ്ദേഹം ഈ പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് വന്നു. അതുപോലെ തന്നെ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവസാനമായിട്ട് ഇന്ത്യ വിട്ടുപോയതും പോർച്ചുഗീസുകാർ തന്നെയാണ്. സ്വാതന്ത്ര്യത്തിനൊക്കെ ശേഷമാണ് ഗോവയുടെ മോചനം 1961 സംഭവിക്കുന്നത്.
പിന്നെ ഈ നമ്മുടെ പാഠപുസ്തകത്തിൽ തന്നെ അപ്പോൾ ഈ സമുദ്രമാർഗം പോർച്ചുഗീസുകാർ വന്നു, ഡച്ചുകാർ വന്നു, തുടർന്ന് ഡച്ചുകാർ വന്നു, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് പിന്നെ തുടർന്ന് വരുന്നത്. 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചു. 1602 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചതെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കച്ചവടത്തിന് വേണ്ടി രൂപീകരിച്ചിട്ടുള്ള ഒരു കമ്പനിയാണ്. ഡച്ചുകാരാണ് ബ്രിട്ടനിലെ കുരുമുളകും മറ്റ് സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടനിലേക്ക് ഇറക്കുമതി ചെയ്ത് കൊടുത്തിരുന്നത്. അപ്പൊ വലിയ വില അതിന് ബ്രിട്ടീഷുകാർ കൊടുക്കേണ്ടി വന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് രൂപം കൊടുത്തതെന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ക്യാപ്റ്റൻ ഹോക്കിൻസ്, ഹെക്ടർ എന്നിട്ടുള്ള ഒരു കപ്പലില് ക്യാപ്റ്റൻ ഹോക്കിൻസ് ഇന്ത്യയിലെത്തി. പിന്നീട് തോമസ് റോ. അവരാദ്യമായിട്ട് ഇവിടെ വന്നത് സൂറത്തിലാണ്. നമ്മുടെ പാഠപുസ്തകത്തിലൊക്കെ ഉള്ള കാര്യങ്ങളാണ്. സൂറത്തിലാണ് വന്നത്. പിന്നെ അവർ മുഗളന്മാരുടെ ആസ്ഥാനമായിട്ടുള്ള ആഗ്ര, അപ്പൊ ആ കാലത്ത് മുഗളന്മാരുടെ ആധിപത്യമാണ് ഇന്ത്യയിലെ. അങ്ങനെ ആഗ്രയിലേക്ക് പോയി. അവിടെ നിന്ന് മുഗളന്മാർ അവർക്ക് കച്ചവട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. തുടർന്ന് ഈ ഇംഗ്ലീഷുകാരുടെ, പിന്നെ ഈ കർണാട്ടിക് വാറിനെ കുറിച്ച്, ഇംഗ്ലീഷുകാരെ തുടർന്ന് ഫ്രഞ്ചുകാരും ഇന്ത്യയിൽ എത്തി, കച്ചവടത്തിനായിട്ട് എത്തി. 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു. കച്ചവട ലക്ഷ്യവുമായിട്ട് ഫ്രഞ്ചുകാരും ഇന്ത്യയിൽ എത്തിയതായി ഇതൊക്കെ നമ്മൾ പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട്. ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിൽ നടത്തിയിട്ടുള്ള യുദ്ധത്തെയാണ് കർണാട്ടിക് യുദ്ധം എന്ന് പറയുന്നത്. അപ്പൊ അത് 4 യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട് കച്ചവടത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ആദ്യം വന്നു പോർച്ചുഗീസുകാർ വന്നു, ഡച്ചുകാർ കുളച്ചൽ യുദ്ധത്തോട് കൂടിയിട്ട് അവര് പരാജയപ്പെട്ടു, ഇവിടുന്ന് മടങ്ങേണ്ടി വന്നു. പിന്നീട് വന്ന ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലായി പിന്നെ മത്സരം. അങ്ങനെ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടത്തി, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തമ്മിൽ നടത്തിയ പലപ്പോഴായി നടത്തിയിട്ടുള്ള യുദ്ധങ്ങളെയാണ് ഈ കർണാട്ടിക് യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ അതിൽ ഒന്നാമത്തെ കർണാട്ടിക് യുദ്ധം നടന്ന പീരീഡ്, അത് പലപ്പോഴും ഈ കർണാട്ടിക് യുദ്ധങ്ങൾ ഇവിടെ നടക്കുന്നത് യൂറോപ്പിലുണ്ടായ പല പ്രശ്നങ്ങളുടെയും കൂടി ഒരു തുടർച്ചയായിട്ടാണ്. അവർ പോയ സ്ഥലങ്ങളിലൊക്കെ അവർ യുദ്ധം ചെയ്യാനുള്ള ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ 1740 യൂറോപ്പിലുണ്ടായ ആസ്ട്രിയൻ അവകാശ യുദ്ധത്തിന്റെ ഭാഗമായിട്ടാണ് ഒന്നാം കർണാട്ടിക് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. ഈ ഒന്നാം കർണാട്ടിക് യുദ്ധത്തിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഫ്രഞ്ച് ഗവർണറായിരുന്ന ഡ്യൂപ്ലേ ഇംഗ്ലീഷുകാരിൽ നിന്ന് മദ്രാസ് പിടിച്ചെടുത്തു. പിന്നെ 1748 യുദ്ധം അവസാനിപ്പിച്ചു. ഒരു സമാധാന ഉടമ്പടി, അങ്ങനെ മദ്രാസ് ഇംഗ്ലീഷുകാർക്ക് തന്നെ തിരിച്ചു നൽകുകയാണ്. വീണ്ടും രണ്ടാം കർണാട്ടിക് യുദ്ധം, റോബർട്ട് ക്ലൈവ് എന്ന ഉദ്യോഗസ്ഥൻ ഇന്ത്യയിലേക്ക് വരികയാണ്. അത് ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിട്ട് മാറാണ് ഈ റോബർട്ട് ക്ലൈവ്, അദ്ദേഹത്തിന്റെ വരവ്. ഫ്രഞ്ച് ശക്തി വീണ്ടും പിടിച്ചെടുക്കാനായിട്ട് ഡ്യൂപ്ലേ, ഫ്രഞ്ച് ഗവർണറായിരുന്ന ഡ്യൂപ്ലേ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന് അത് പരാജയപ്പെട്ടു. അങ്ങനെ ഡ്യൂപ്ലേയെ ഫ്രഞ്ച് ഗവൺമെന്റ് തിരിച്ചു വിളിച്ചു. മൂന്നാമത്തെ കർണാട്ടിക് യുദ്ധം തമ്മിൽ നടന്ന 7 വർഷം കൂടിയിട്ടാണ് ഇന്ത്യയിലും ഈ ശക്തികളും തമ്മിലുള്ള ഏറ്റുമുട്ടല് ആരംഭിച്ചത്. അപ്പൊ അതുകൊണ്ട് ഈ ഫ്രഞ്ച് ഗവൺമെന്റിന് ശക്തമായിട്ടുള്ള ഒരു സൈന്യത്തിന് പ്രയോജനം ഉണ്ടായില്ല. ചന്ദ്രനഗർ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. പിന്നെ ഫ്രഞ്ച് സൈന്യത്തിനെ തോൽപ്പിക്കുന്നത് കർണാട്ടിക്കിലെ വാണ്ടിവാഷി വെച്ച് നടന്ന ഈ ഫ്രഞ്ചുകാരെ ഇവിടെ തോൽപ്പിക്കുന്നത്. 1763 പാരീസ് സന്ധി പ്രകാരം 7 വത്സര യുദ്ധം അവിടെ യൂറോപ്പിൽ അവസാനിച്ചതോട് കൂടിയിട്ട് മൂന്നാം കർണാട്ടിക് യുദ്ധം ഇവിടെ അവസാനിച്ചു. മൈസൂർ യുദ്ധങ്ങളാണ്. മൈസൂർ യുദ്ധങ്ങൾ നടന്നത് ഹൈദരാലിയും രണ്ടും മൈസൂർ യുദ്ധങ്ങൾ നടന്നത് ഹൈദരാലിയും ബ്രിട്ടീഷുകാരും തമ്മിലാണ്. നമ്മുടെ പാഠപുസ്തകത്തിൽ അതിനുള്ള കാരണമൊക്കെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഒന്നാമത്തെ യുദ്ധത്തില് ബ്രിട്ടീഷുകാരാണ് പരാജയപ്പെടുന്നത് മൈസൂർ യുദ്ധത്തില്. എന്നാൽ രണ്ടാമത്തെ മൈസൂർ യുദ്ധത്തിൽ ഹൈദരാലി പരാജയപ്പെടുകയും യുദ്ധത്തിൽ അദ്ദേഹം മരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ടിപ്പു സുൽത്താൻ യുദ്ധം തുടർന്നു.
അങ്ങനെ മംഗലാപുരം സന്ധി പ്രകാരം ഈ യുദ്ധം അവസാനിക്കുകയാണ്. അപ്പൊ രണ്ടുപേരും പിടിച്ചെടുത്ത പ്രദേശങ്ങളൊക്കെ ഈ സന്ധിയുടെ വ്യവസ്ഥ അനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചെടുത്ത പ്രദേശങ്ങളൊക്കെ തിരിച്ചു നൽകി യുദ്ധ തടവുകാരെ രണ്ടു കൂട്ടരും വിട്ടയച്ചു. വീണ്ടും മൂന്നാം മൈസൂർ യുദ്ധം ടിപ്പു സുൽത്താനും കോൺവാലിസ് പ്രഭുവും തമ്മിലാണ് മൂന്നാം മൈസൂർ യുദ്ധം നടക്കുന്നത്. അവിടെ ടിപ്പു സുൽത്താൻ പരാജയപ്പെടുന്നു. ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം അങ്ങനെ യുദ്ധം അവസാനിച്ചു. ടിപ്പുവിന് തന്റെ രാജ്യത്തിന്റെ പകുതി ഇംഗ്ലീഷുകാർക്ക് വിട്ടുകൊടുക്കാനായിട്ട് വന്നു. അതുപോലെ മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. അതോടൊപ്പം തന്നെ ടിപ്പു സുൽത്താൻ യുദ്ധത്തിന് നഷ്ടപരിഹാരം കൊടുക്കണം എന്നുള്ള വ്യവസ്ഥയുണ്ടായി. വീണ്ടും നാലാമതൊരു മൈസൂർ യുദ്ധം നടക്കുന്നുണ്ട്. അത് ടിപ്പു സുൽത്താനും വെല്ലസ്ലി പ്രഭുവും തമ്മിലാണ്. ഇവിടെ ടിപ്പു സുൽത്താൻ പരാജയപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തു. ടിപ്പുവിന്റെ പ്രദേശങ്ങളിൽ പകുതി ഇംഗ്ലീഷുകാരും നൈസാമും പിടിച്ചെടുത്തു. ഇങ്ങനെയാണ് മൈസൂർ യുദ്ധത്തെ കുറിച്ച് പറയുന്നത്. ഇനി നമ്മൾ ബ്രിട്ടീഷുകാരെ കുറിച്ച് പറയുമ്പോൾ 1757 പ്ലാസി യുദ്ധമാണ് ബ്രിട്ടീഷുകാരെ സംബന്ധിച്ച് ഇവിടെ നിർണായകമായത്. 1757 പ്ലാസി യുദ്ധത്തെ കുറിച്ചിട്ടൊക്കെ പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട്. പ്ലാസി യുദ്ധം നടന്നത് ബംഗാൾ നവാബായിരുന്ന സിറാജുദ്ദൗളയും റോബർട്ട് ക്ലൈവും തമ്മിലാണ് പ്ലാസി യുദ്ധം നടക്കുന്നത്. അപ്പൊ ഈ പ്ലാസി യുദ്ധത്തില് സിറാജുദ്ദൗള പരാജയപ്പെട്ടു. പരാജയപ്പെട്ടതിന് കാരണമായിട്ട് പറയുന്നത് അദ്ദേഹത്തിന്റെ സേനാധിപനായിരുന്ന മിർജാഫർ അദ്ദേഹത്തെ ചതിച്ച് ഒറ്റിക്കൊടുത്തു. അങ്ങനെയാണ് ഈ റോബർട്ട് ക്ലൈവ് ഇദ്ദേഹത്തെ പരാജയപ്പെടുത്തിയത് എന്നാണ് പറയുന്നത്. നമ്മൾ റോബർട്ട് ക്ലൈവിനെ കുറിച്ചിട്ട് ചരിത്രത്തിൽ പറയുന്നത് അദ്ദേഹം ബ്രിട്ടനിലെ ഒരു താന്തോന്നിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു എന്നാണ്. ഈ റോബർട്ട് ക്ലൈവിന്റെ അച്ഛൻ ഈ മകനെ കൊണ്ട് മടുത്ത് നന്നാവാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ചേർത്ത് ഇന്ത്യയിലേക്ക് അയച്ചു എന്നാണ് പറയുന്നത്. ആ റോബർട്ട് ക്ലൈവാണ് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യം ഉറപ്പിക്കാനായിട്ട് ഉറപ്പിച്ച വ്യക്തി. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. കച്ചവടത്തിനായി ഇന്ത്യയിലേക്ക് വന്നു, അവസാനം അധികാരത്തിലേക്ക് എത്തി. ട്രേഡ് ടു ഫ്ലാഗ് എന്നാണ് പറയുക. പറയുന്നത് റോബർട്ട് ക്ലൈവ് ആത്മഹത്യ ചെയ്തു എന്നാണ് പിന്നീട് ലേറ്റർ പീരീഡിൽ പറയുന്നത്. അതുപോലെ 1757 ഇപ്പൊ നമ്മൾ പ്ലാസി യുദ്ധം പറഞ്ഞു. ഇവിടെ ബക്സാർ യുദ്ധത്തിലാണ് 1764 നടന്ന ബക്സാർ യുദ്ധം. ഈ ബക്സാർ എന്ന സ്ഥലം ബീഹാറിലാണ്. ഈ പ്ലാസി യുദ്ധം ബംഗാളിലാണ്. ബക്സാർ എന്ന സ്ഥലം നടക്കുന്നത് ബീഹാറിലാണ്. സ്ഥലം ബക്സാർ യുദ്ധം നടക്കുന്നത്. ഈ ബക്സാർ യുദ്ധത്തിന്റെ ഫലമായിട്ട് ബംഗാൾ, ബീഹാർ, ഒറീസ ഈ സ്ഥലങ്ങളിലെ നികുതി പിരിക്കാനുള്ള അവകാശം ലഭിക്കുന്നത് ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ലഭിച്ചു. 1765 ഒരു അലഹബാദ് സന്ധി പ്രകാരം ബക്സാർ യുദ്ധത്തിന് ശേഷം ബീഹാർ, ബംഗാൾ, ഒറീസ എന്നിവിടങ്ങളിൽ നികുതി പിരിക്കാനുള്ള അവകാശം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ലഭിച്ചു. അതിനെ ദിവാനി അവകാശം എന്നാണ് പറയുന്നത്. നികുതി പിരിക്കുന്നതിനെ ജമീന്ദാന്മാരെ ചുമതലപ്പെടുത്തി. ഒന്നാം സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷുകാരതിനെ ശിപായി ലഹള എന്നൊക്കെയാണ് വിശേഷിപ്പിച്ചത്. നമ്മൾ അതിനെ കുറിച്ചിട്ടൊന്നും കൂടുതലായിട്ട് പറയേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. കാരണം നമ്മുടെ ടെക്സ്റ്റ് പുസ്തകത്തിൽ തന്നെ ആവശ്യത്തിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ടെക്സ്റ്റ് പുസ്തകത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് തൊട്ട് നമ്മുടെ പാഠഭാഗങ്ങളൊക്കെ ധാരാളം വരുന്നതാണ്. പാഠഭാഗങ്ങൾ വരുന്ന ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനം അവിടെ ആരംഭിക്കുകയാണ്. 1885 ഇന്ത്യയുടെ മുഖ്യധാരയിലേക്കുള്ള നമ്മുടെ രാജ്യം സ്വതന്ത്രമാവണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കപ്പെടുന്നു. അതായത് മുംബൈയിലെ ചേർന്ന യോഗത്തിലെ WC ബാനർജിയുടെ അധ്യക്ഷതയില് A.O. ഹ്യൂമിന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കപ്പെടുന്നത്. അപ്പൊ അതിനു മുമ്പ് തന്നെ ഇവിടെ ധാരാളം പ്രാദേശികമായിട്ടുള്ള സംഘടനകൾ ഉണ്ടായിരുന്നു. പൂനെ സാർവജനിക് സഭ, അതുപോലെ തന്നെ മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വിവിധ പ്രാദേശികമായിട്ടുള്ള
സംഘടനകള് അതൊക്കെ പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു അവിടെ കൈകാര്യം ചെയ്തത്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഇതായിരുന്നു, നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കണം. അതുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ ഒരു എന്താ പറയാ ജനങ്ങൾക്കിടയിൽ ഒരു ഐക്യബോധം വളർത്തണം. ജനങ്ങളെ എല്ലാ ചിന്തകൾക്കും അതീതമായി ഞങ്ങളെല്ലാവരും ഇന്ത്യക്കാരാണ് എന്നൊരു ബോധ്യം വരുത്തണം. മാത്രമല്ല നമ്മുടെ പ്രശ്നങ്ങളെ ബ്രിട്ടീഷുകാരുടെ മുമ്പിലേക്ക് കൊണ്ടുവരണം. അപ്പോ അങ്ങനെ ഒരു 3 ഘട്ടമാണ് 1885 രൂപീകരിച്ച ജനങ്ങളുടെ ഒരു ആവശ്യം. ജനങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും വലിയൊരു ആവശ്യമായിരുന്നു നമ്മുടെ രാജ്യം സ്വതന്ത്രമാവണം. അപ്പോൾ ആ രാജ്യം സ്വതന്ത്രമാവാൻ വേണ്ടി രൂപീകരിച്ച ഒരു ദേശീയ സംഘടനയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന ഉദയം ചെയ്യുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം തന്നെയായിരുന്നു. അപ്പൊ ഇതിന് 3 കാലഘട്ടങ്ങളുണ്ട്. 1885 മുതൽ 1905 വരെയുള്ള ആ കാലഘട്ടത്തെ നമുക്കിതിൽ നോക്കിയാൽ കാണാം. സ്വദേശി ആൻഡ് ബോയ്ക്കോട്ട് എന്ന് പറയുന്നു. അപ്പൊ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മിതവാദ ദേശീയതയുടെ കാലഘട്ടമാണ്. മിതവാദ ദേശീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കാലത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരൊക്കെ ദാദാഭായ് നവോർജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദ്രുദ്ദീൻ തയ്യബ്ജി, ഫിറോസ് ഷാ മേത്ത ഇവരൊക്കെയായിരുന്നു അക്കാലത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ. അവര് സാധാരണ പെറ്റീഷൻസ് ആൻഡ് റെവല്യൂഷൻസ് ആണ് പറയുന്നത്. പെറ്റീഷൻസ് ആൻഡ് റെവല്യൂഷൻ അത്തരത്തിലുള്ള റെസൊല്യൂഷൻസ്, അതായത് പരാതികൾ കൊടുക്കുക, പ്രമേയങ്ങൾ കൊടുക്കുക, അങ്ങനെ കാര്യങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുന്ന ഒരു രീതിയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ആ ഒരു കാലഘട്ടത്തെ മിതവാദ ദേശീയത വളരെ പക്വതകളും അതോടൊപ്പം തന്നെ പരാതികളിൽ കൂടിയും പ്രമേയങ്ങളിൽ കൂടിയും വളരെ ആ ഒരു രീതിയിൽ കൂടിയുള്ള പ്രവർത്തനങ്ങളായതുകൊണ്ടാണ് ആ ഒരു കാലഘട്ടത്തെ മിതവാദ ദേശീയതയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കാലഘടന നമ്മൾ കുട്ടികളിലേക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കണം. 1885 ദേശീയ പ്രസ്ഥാനം രൂപീകരിക്കപ്പെടുന്നു. 1905 വരെയുള്ള ഈ ഒരു കാലഘട്ടത്തിനാണ് നമ്മൾ മിതവാദ ദേശീയതയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. 1905 ആയപ്പോഴേക്കും ഇതിന്റെ ഒരു ഘട്ടം മാറുകയാണ്. കാരണം എന്താ, ബ്രിട്ടീഷുകാര് ഒന്നിച്ചു നിൽക്കുന്ന ബ്രിട്ടീഷുകാർ ഒരു തീരുമാനം എടുക്കുകയാണ്, ബംഗാൾ വിഭജിക്കാൻ തീരുമാനിക്കുകയാണ്. ബ്രിട്ടീഷുകാർ പണ്ടേ നോട്ടിട്ട സ്ഥലമാണ്, നമുക്കറിയാം. പ്ലാസിയും ബക്സാറും ഒക്കെ നടന്ന സ്ഥലങ്ങളാണ് ബംഗാൾ. ഈ ബംഗാളിലെ സ്വത്ത്, ബംഗാളിലെ സമ്പത്ത് അത് കൊള്ളയടിച്ച് ചൂഷണം ചെയ്ത് അങ്ങനെയാണ് ബ്രിട്ടീഷുകാരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ബ്രിട്ടീഷുകാർ ഒരു തീരുമാനം എടുക്കുകയാണ്, അവിടെ ഐക്യത്തിൽ കഴിയുന്ന ജനങ്ങളെ അതിന് പറയുന്ന ഒരു ടെക്നിക്കൽ ടേം ഉണ്ട്, ഡിവൈഡ് ആൻഡ് റൂൾ. അത് നമ്മൾ കുട്ടികളിലേക്ക് എത്തിക്കേണ്ട ഒരു ആശയമാണ് ഡിവൈഡ് ആൻഡ് റൂൾ. ബ്രിട്ടീഷുകാർ ഉപയോഗിക്കുന്ന ആ തന്ത്രത്തിന് നമ്മൾ പറയാറുള്ള പേരാണ് ഡിവൈഡ് ആൻഡ് റൂൾ. ഭിന്നിപ്പിക്കുക, ഭരിക്കുക. അപ്പോ ആ ഭിന്നിപ്പിച്ച് ഭരിക്കാൻ ബ്രിട്ടീഷുകാരെ എടുത്ത ആ ശ്രമങ്ങള് ആ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ബ്രിട്ടീഷുകാർ എന്ത് തീരുമാനിക്കുന്നത്, ബംഗാൾ പാർട്ടീഷൻ ഓഫ് ബംഗാൾ. വൈസ്രോയ് ലോർഡ് കഴ്സൺ 1905 ബംഗാള് വിഭജിക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പൊ അതുവരെ നമ്മൾ നേരത്തെ പറഞ്ഞ 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടത്തില് വളരെ പരാതികളിൽ കൂടിയും പ്രമേയങ്ങളിൽ കൂടിയും ഒക്കെ കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്ന ആളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് ആളുകൾ മുന്നോട്ട് വരികയാണ്. നമ്മളോട് ബ്രിട്ടീഷുകാരെ എങ്ങനെയാണ് പെരുമാറുന്നത് അതേ രീതിയിൽ തന്നെ അവരോട് തികച്ചു പ്രതികരിക്കണം എന്നുള്ള ആശയവുമായിട്ട് ഒരു കൂട്ടം ആളുകൾ മുന്നോട്ട് വരികയാണ്. ആ ഒരു കാലഘട്ടത്തിനാണ് ദ പീരീഡ് ഓഫ് എക്സ്ട്രീം നാഷണലിസം എന്ന് പറയുന്നത്. തീവ്ര ദേശീയതയുടെ കാലഘട്ടം എന്നാണ് ആ കാലഘട്ടത്തിൽ പറയുക. അപ്പോൾ അതിന് കാരണമായത് യഥാർത്ഥത്തിൽ ബംഗാൾ വിഭജനമാണ്. ആ ബംഗാൾ വിഭജനത്തിന് അതിന് മുമ്പിൽ നിന്ന ഏറ്റവും പ്രധാനപ്പെട്ട അതായത് ആ കാലഘട്ടത്തിൽ പറയുക നമ്മുടെ സ്വരാജ്യ എന്നാണ്. അവിടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ആ കാലഘട്ടത്തിൽ സ്വരാജ്യ, ദ കൺസെപ്റ്റ് ഓഫ് സ്വരാജ്യ എന്നൊരാശയം അവിടെ വരികയാണ്. അപ്പൊ തീവ്രദേശീയയുടെ ഭാഗമായിട്ട് അന്ന് ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാല്, ലാലാ ലജ്പത് റായ്, ഈ 3 പേരും കൂടി ചേർത്ത് നമ്മൾ സാധാരണ വിളിക്കുന്ന ഒരു ടെക്നിക്കൽ ടേമാണ് ലാൽ ബാൽ പാൽ. ലാൽ ബാൽ പാൽ. അപ്പോ ഇത് സ്വാതന്ത്ര്യ സമര ചരിത്രത്തില് തീവ്ര കാഴ്ചപ്പാടുള്ള, തീവ്ര ദേശീയത കാഴ്ചപ്പാടുള്ള ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണത്. അപ്പോ അതില് ഏറ്റവും ആവേശം കൊള്ളിക്കുന്ന ബാലഗംഗാധര തിലകിന്റെ വാക്കുകളാണ്.
ബാലഗംഗാധര തിലകനാണ് മുഖ്യ പ്രഭാഷകനായിരുന്നത്. അദ്ദേഹം എല്ലാ സ്ഥലങ്ങളിലും മുഖ്യ പ്രഭാഷണം നടത്തുകയും സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ മസ്റ്റ് ഹാവ് ഇറ്റ്, സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും. അപ്പൊ അങ്ങനെ അതിന്റെ പാർട്ടായിട്ട് ബംഗാളില് വലിയ പ്രതിഷേധങ്ങള് അവിടെ അരങ്ങേറുകയാണ്, പ്രതിഷേധ പ്രകടനങ്ങൾ. അപ്പൊ തീവ്രദേശീയതയിലേക്ക് വരികയാണ്. അവിടെ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കുന്നു, കടകൾ പിക്കറ്റ് ചെയ്യുന്നു, വിദേശ വസ്ത്രങ്ങൾ വിൽക്കുന്ന കടകൾ പിക്കറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു വലിയ അതിന്റെ ഭാഗമായിട്ട് ദേശീയ പ്രസ്ഥാനം അവിടെ ഇത് വരികയാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തദ്ദേശീയരായിട്ടുള്ള, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റൂ, അതായത് പഞ്ചസാരയ്ക്ക് പകരം അവിടുത്തെ ഇതായിട്ടുള്ള ജനങ്ങള് ഞങ്ങളുടെ ബ്രിട്ടന്റെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള പഞ്ചസാര ഞങ്ങൾക്ക് വേണ്ട, സ്വദേശിയായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഞങ്ങൾക്ക് എന്ത് മതി, ജാഗിരി ശർക്കര മതി എന്നുള്ള ആവശ്യമായിട്ട് മുന്നോട്ട് വരികയാണ്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് അവിടുത്തെ ജനങ്ങൾ പ്രതികരിച്ചത്. കെമിക്കൽ ഫാക്ടറികൾ സ്ഥാപിക്കുക, അതോടൊപ്പം തന്നെ ടാറ്റ സ്റ്റീൽ പോലുള്ള വലിയ അത്തരത്തിലുള്ള പ്രാദേശികമായിട്ടുള്ള കൂട്ടായ്മയ്ക്ക് പോലും സ്വദേശി ബാങ്കുകൾക്ക് പോലും സ്ഥാപിക്കാനായിട്ടുള്ള സാധ്യതകൾ അന്നത്തെ ജനങ്ങൾ മുന്നോട്ട് വെച്ചു എന്നാണ്. അപ്പൊ അത്ര തീവ്ര ദേശീയ ബോധമുള്ള ഒരു ജനതയാണ് ആ ഒരു കാലഘട്ടത്തിൽ വരുന്നത്. അപ്പൊ ഇതാണ് 1885 മുതൽ 1905 വരെയും 1905 മുതൽ 1917 വരെയുള്ള കാലഘട്ടം. 1917 ആകുമ്പോഴേക്കാണ്, അതിനു മുമ്പ് തന്നെ ഗാന്ധിജി ഇവിടെ എത്തിച്ചേർന്നതെങ്കിലും അവിടെ മുതലുള്ള ആ ഒരു കാലഘട്ടത്തിനാണ് നമ്മൾ ഗാന്ധിയൻ ഫേസ് എന്ന് പറയുന്നത്, മൂന്നാമത്തെ ഘട്ടം. അപ്പോ ആദ്യത്തേത് ദ പീരീഡ് ഓഫ് മോഡറേറ്റ് നാഷണലിസം, രണ്ടാമത്തെ ഫേസ് ദ പീരീഡ് ഓഫ് എക്സ്ട്രീം നാഷണലിസം ആൻഡ് തേർഡ് ഫേസ് ഇസ് നോൺ ആസ് ഗാന്ധിയൻ എറ. മൂന്നാമത്തെ ഘട്ടമാണ് ഗാന്ധിയൻ കാലഘട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഇവിടെ സമര രീതികളും കാര്യങ്ങളും എല്ലാം മാറുകയാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗാന്ധിജി ഇന്ത്യയിൽ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലെ അവസ്ഥകളെല്ലാം അവിടുത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അദ്ദേഹം അവിടുത്തെ വർഗവിവേചനവും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളും, അവിടുത്തെ ഒരു പൊതു പാർക്കിൽ പോകുന്നതോ ഒരു പൊതു ട്രെയിനിൽ സഞ്ചരിക്കുന്നതിനോ പോലും പറ്റാത്ത ഏറ്റവും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഒരു കാലഘട്ടം. അദ്ദേഹം ചെയ്തത് ഇന്ത്യയിലുടനീളം വീണ്ടും സ്വാതന്ത്ര്യത്തിന് നമ്മുടെ എത്താൻ പോവുകയാണ് അല്ലെ, ഉടനീളം അദ്ദേഹം സഞ്ചരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ബഹുഭൂരിഭാഗം വരുന്ന സ്ത്രീകളും കുട്ടികളും സാധാരണക്കാരായിട്ടുള്ള ആളുകളും നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൽ മുഴുവൻ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം സ്ത്രീകളെയും കുട്ടികളെയും തൊഴിലാളികളെയും എല്ലാവരെയും നമ്മുടെ സ്വാതന്ത്ര്യ സമരചരിത്രത്തിന്റെ മാറ്റുന്ന ഒരു വലിയ മുന്നേറ്റത്തിലേക്ക് വരികയാണ്. അതാണ് ആ കാലഘട്ടത്തിനെയാണ് നമ്മൾ ഗാന്ധിയൻ ഫേസ് എന്ന് പറയുന്നത്. അതിൽ ആദ്യം വരുന്നത് ചമ്പാരൻ സത്യാഗ്രഹത്തോട് കൂടിയിട്ടാണ്. ചമ്പാരൻ സത്യാഗ്രഹം നമ്മൾക്കെല്ലാം അറിയാം അല്ലെ. ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചമ്പാരൻ സത്യാഗ്രഹത്തിലാണ് നീല കർഷകരുടെ പ്രശ്നങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. ആ നീല കർഷകരുടെ പ്രശ്നം മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു കാലഘട്ടത്തിലാണ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ്, ഇവിടുത്തെ നീല കർഷകർ, അതായത് കൃഷിക്ക് ഉപയുക്തമാക്കേണ്ട സ്ഥലങ്ങള് ബ്രിട്ടീഷുകാരുടെ ആവശ്യപ്രകാരം ബ്രിട്ടീഷുകാരുടെ ഫാക്ടറികളിലേക്ക് കൊണ്ടുപോകുന്ന ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി, അസംസ്കൃത വസ്തുക്കൾ ലഭിക്കാൻ വേണ്ടി അവരെന്താക്കി മാറ്റി, അവരുടെ കൃഷിയിടങ്ങളാക്കി മാറ്റി. അപ്പൊ പാവപ്പെട്ട കർഷകർക്ക് തൊഴിലില്ലാതായി മാറി. അപ്പൊ തുടർന്ന് നടക്കുന്ന സമരമാണ് ഖേദ, അതായത് ടാക്സ് റിലാക്സേഷന് വേണ്ടിയിട്ട്. ടാക്സ് റിലാക്സേഷൻ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഒരു തരത്തിലുള്ള, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ജമീന്ദാരി സമ്പ്രദായത്തെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അവർക്ക് നമ്മുടെ ഇവിടെ നിന്ന് കിട്ടുന്ന സോഴ്സുകൾ മുഴുവനും കൊള്ളയടിക്കുക എന്നുള്ള ഒരു തന്ത്രമാണ് അവർ സ്വീകരിച്ചത്. അപ്പോൾ ഒരു തരത്തിലുള്ള ടാക്സ് റിലാക്സേഷൻ അവർ കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അപ്പൊ അതിനെ തുടർന്നിട്ടുള്ള സമരങ്ങൾ നടക്കുകയാണ്. ഇത് ഞാൻ കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോവാണ്, കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിലുണ്ട്. പിന്നെ വരുന്നത് അഹമ്മദാബാദിലെ മിൽ തൊഴിലാളികളുടെ പ്രധാനപ്പെട്ട സമരമാണ് 1918 വരുന്നത്. പിന്നെ റൗലത്ത് ആക്ട്, അതായത് ബ്രിട്ടീഷുകാരെ നമ്മളെ അടിച്ചമർത്താൻ ശ്രമിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതാണ് റൗലത്ത് ആക്ട്. റൗലത്ത് ആക്ടിനെ തുടർന്ന് ഇന്ത്യയിൽ ഉടനീളം പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ്. പഞ്ചാബില്, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ജാലിയൻ വാലാബാഗ് സംഭവങ്ങൾ അടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. 1920-22 കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള നിസ്സഹകരണ പ്രസ്ഥാനങ്ങളുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ
അതായത് ഖാദി വസ്ത്രങ്ങളുടെ പ്രൊപ്പഗേഷൻ, അതുപോലെ തന്നെ വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കല്, ബോയ്ക്കോട്ട് എന്ന് പറഞ്ഞ് ബഹിഷ്കരിക്കുക. അതോടൊപ്പം തന്നെ ബോയ്ക്കോട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള വർക്ക് കൂടി വരുന്നുണ്ട്. കൺസ്ട്രക്റ്റീവ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗാന്ധിജിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനും ഒരു ബദൽ സംവിധാനം വേണം. എന്താ ബദൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ത്രീകളോട് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ആളുകളോട് ഒരു വസ്തു ഉപയോഗിക്കരുത് എന്ന് പറയുകയാണെങ്കിൽ അതിന് പകരം കൊടുക്കാനായിട്ടൊരു ഉൽപ്പന്നം നമുക്ക് വേണം. അതുകൊണ്ടാണ് ഗാന്ധിജി വാർദ്ധ വിദ്യാഭ്യാസ പദ്ധതി, നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് വിദ്യാഭ്യാസത്തിന് അദ്ദേഹം കൃത്യമായ നിർവചനം കൊടുത്തു. അദ്ദേഹം പറയുന്ന വിദ്യാഭ്യാസത്തിന്റെ നിർവചനം എന്താണ് എഡ്യൂക്കേഷൻ, ദ കൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ബൈ എഡ്യൂക്കേഷൻ ഐ മീൻ ആൻ ഓൾറൗണ്ട് ഡ്രോയിങ് ഔട്ട് ഓഫ് ദി ബെസ്റ്റ് ഇൻ മാൻ ആൻഡ് ചൈൽഡ് ബോഡി മൈൻഡ് ആൻഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ, അതായത് വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് ശിശുക്കളിലും മുതിർന്നവരിലും എല്ലാവരിലുമുള്ള സമഗ്രമായിട്ടുള്ള വികാസമാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു വലിയ ആശയമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഖാദി പ്രചരിപ്പിച്ചു, പ്രൊപ്പഗേഷൻ ഓഫ് ഖാദി. ഗ്രാമഗ്രാമാന്തരങ്ങളിലുള്ള സ്ത്രീകളും കുട്ടികളും അങ്ങനെയുള്ള ഭൂരിഭാഗം വരുന്ന ആളുകളും ഇതിൽ പങ്കാളികളായി എന്നുള്ളതാണ്. അതാണ് ഗാന്ധി പ്രൈസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ജനങ്ങളെ മുഴുവനും ഇതിന്റെ ഭാഗമാക്കി മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ വിവിധ തരത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനങ്ങളെ തുടർന്ന് പിന്നീട് വരുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് അതേ കാലയളവിൽ തന്നെ അദ്ദേഹം ഇന്ത്യയിലെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ, ഇപ്പോ നമ്മുടെ വൈക്കം സത്യാഗ്രഹം അടക്കമുള്ള സത്യാഗ്രഹങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നീട് ഗുരുവായൂർ സത്യാഗ്രഹം. അതിനു മുമ്പ് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഇതാണ് നിയമം ലഭിക്കല്. കുടിൽ തൊട്ട് കൊട്ടാരം വരെയുള്ള ആളുകളെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഉപ്പ്. ബ്രിട്ടീഷുകാര് ഉപ്പിന് പോലും നികുതി ചുമത്തി. അതിന്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാന കാര്യം എന്തായിരുന്നു പറയൂ? ഇവിടെ നിന്നുള്ള ബ്രിട്ടനിൽ നിന്ന് വരുന്ന പലപ്പോഴും ഇവിടെ നിന്ന് ചരക്കെടുക്കാൻ വരുന്ന കപ്പലുകളിൽ അവർക്ക് എന്ത് നിയന്ത്രിക്കണം? അതിന്റെ ഭാരം, ഇത്ര ഭാരം എന്നുണ്ട്. ആ ഭാരം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് അവര് അവിടെ നിന്ന് എന്തായാലും കപ്പൽ വരികയാണ്. അപ്പോ ഇവിടെ ഇന്ത്യക്കാണെന്നുണ്ടെങ്കിൽ ഗുജറാത്ത് മുതൽ ബംഗാൾ വരെയുള്ള വിസ്തൃതമായിട്ടുള്ള ഒരു പെനിൻസുലാർ റീജിയനാണ്. ഈ പെനിൻസുലാർ റീജിയനിൽ നിന്ന് കിട്ടുന്ന ധാരാളം ഉപ്പളങ്ങളും സാധനങ്ങളും ഇവിടെ തന്നെയുണ്ട്. പക്ഷെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? അവിടെ നിന്ന് അതായത് ഉപ്പിന് പോലും നികുതി ചുമത്തിയ ഒരു കൂട്ടരായിരുന്നു ബ്രിട്ടീഷുകാർ. അപ്പൊ ഇവിടുത്തെ ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്ന് ഗാന്ധിജിയും അദ്ദേഹത്തിന്റെ അനുയായികളും കൂടി ദണ്ഡി കടപ്പുറത്തേക്ക് മാർച്ച് ചെയ്ത് ഉപ്പ് കുറുക്കി ഒരു പിടി കയ്യില് ഉപ്പ്, ഇതാണ് എന്റെ സ്വതന്ത്ര ഇന്ത്യയുടെ ഉപ്പ് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ്. ഇനി അതിനുശേഷം നടക്കുന്ന അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള ഒരു വീക്ഷണം അതിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അതിൽ ഇനി എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 12/2 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. ക്വിറ്റ് ഇന്ത്യ, ബ്രിട്ടീഷുകാരോട് അദ്ദേഹം പറയാണ്, നിങ്ങൾ ഇന്ത്യ വിട്ടു പോണം. ഇന്ത്യയിലെ ജനങ്ങളോട് പറയാണ്, നമ്മളൊരു അന്തിമ പോരാട്ടത്തിന് നമ്മൾ തയ്യാറായി കഴിഞ്ഞു. ഞാൻ നിങ്ങൾക്കൊരു മന്ത്രം പറഞ്ഞു തരാം. അതെന്താണ് മന്ത്രം? ഡു ഓർ ഡൈ. നിങ്ങൾ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. അതാണ് ഡു ഓർ ഡൈ. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിനെ തുടർന്ന് ഇന്ത്യയിൽ ഉടനീളം അത്തരത്തിലുള്ള വ്യാപകമായിട്ടുള്ള സമരങ്ങൾ നടന്നു. ബഹുഭൂരിഭാഗം സ്ഥലങ്ങളിലും അത്തരത്തിലുള്ള സമരങ്ങൾ നടന്നു. ഇന്ത്യയിലെ ജനങ്ങളുടെ വികാരം പരിഗണിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല എന്നുള്ള അവസ്ഥയിലായി. തുടർന്ന് കമ്മീഷനുകളെ നിയമിക്കുകയും 1947 ഓഗസ്റ്റ് 15 നമ്മുടെ രാജ്യം സ്വതന്ത്രമാവുകയും ചെയ്യുകയാണ്. അപ്പൊ അതിനിടയ്ക്ക് പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ഹോം റൂൾ ലീഗിനെ കുറിച്ചിട്ട് ഒന്ന് പറയേണ്ടതുണ്ട്. കാരണം 1916 ആനി ബസന്റും അതുപോലെ തന്നെ അവര് ഐറിഷ് വനിതയാണ്. അതുകൊണ്ട് ഞാൻ എടുത്തു പറയാനുള്ള കാരണം ഐറിഷ് വനിതയായിട്ടുള്ള ആനി ബസന്റ് ആണ്. അപ്പൊ അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള നേതൃത്വം നൽകിയത്. ഒന്നാം ലോക മഹായുദ്ധം. അപ്പൊ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇന്ത്യ സ്വതന്ത്രം, അതായത് ബ്രിട്ടീഷുകാർക്കൊപ്പം നിന്നതുകൊണ്ട് നമ്മുടെ രാജ്യത്തെ സ്വതന്ത്രമാക്കി തരും എന്നുള്ളൊരു പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നു. സാധനങ്ങൾക്ക് ഇന്ന് കാണുന്ന ഒരു അവസ്ഥയില്ല. സാധനങ്ങൾക്ക് അസാധ്യമായിട്ടുള്ള രീതിയിലുള്ള വിലവർധന ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് തന്നെ ആനി ബസന്റ് മദ്രാസിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ ബാലഗംഗാധര തിലകൻ മഹാരാഷ്ട്രയിൽ കേന്ദ്രീകരിച്ചു. രാജ്യത്തുടനീളം അദ്ദേഹം മുഖ്യ പ്രഭാഷകനായിട്ട് മാറുകയാണ്. അപ്പൊ അങ്ങനെ ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിച്ച് നമ്മുടെ ധീരദേശാഭിമാനിയായിട്ടുള്ള ആളുകളെ മുഴുവനും സംഘടിപ്പിച്ചിട്ട് അത്തരത്തിലുള്ള ഒരു പ്രസ്ഥാനത്തിന് നമ്മുടെ ജനങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്
ഈ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രം വരെയുള്ള, കാരണം ഒന്നിത്തിരി ഓടിപ്പോകേണ്ടതായിട്ട് വന്നു. ഇനി അതിൽ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വ്യക്തിത്വമാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ്. നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ കൂടി പറയാതെ ഈ സ്വാതന്ത്ര്യ സമര ചരിത്രം പൂർണ്ണമാവില്ല. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്താ? നമ്മുടെ അദ്ദേഹത്തിന്റെ വാക്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ? നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. അപ്പോ പ്രധാന സ്ട്രീമിൽ നിന്ന് മാറിക്കൊണ്ട് നേതാജി അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തിയതിന്റെ കാരണം എന്താ? ബ്രിട്ടീഷുകാരിൽ നിന്ന് യുദ്ധം ചെയ്തിട്ടാണെങ്കിൽ യുദ്ധം ചെയ്ത് നമ്മുടെ രാജ്യത്തെ മോചിപ്പിക്കണം എന്ന ഒരു കാഴ്ചപ്പാടാണ് നേതാജിക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ അതിന് ഗാന്ധിജിയുടെ ശൈലിയിൽ നിന്നുള്ള ഒരു ശൈലിയല്ല നേതാജിക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ നേതാജി അതിനായിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം ഇവിടെ നിന്ന് ബ്രിട്ടീഷുകാരിൽ നിന്ന് രഹസ്യമായിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയി സിംഗപ്പൂർ കേന്ദ്രമാക്കി സ്വതന്ത്രമായിട്ടുള്ള ഒരു ഗവൺമെന്റ് അദ്ദേഹം രൂപീകരിക്കുകയാണ്. മാത്രമല്ല, സ്ത്രീകൾക്കടക്കമുള്ള ഒരു പട്ടാളം, നമ്മുടെ മലയാളിയായിട്ടുള്ള ക്യാപ്റ്റൻ ലക്ഷ്മി ആയിരുന്നു ഒരു ഝാൻസി റാണി റെജിമെന്റിന്റെ ക്യാപ്റ്റൻ തന്നെയായിരുന്നു. അപ്പോ അത്രയും സുശക്തമായിട്ടുള്ള INA ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ഏറ്റവും ത്യാഗോജ്വലമായിട്ടുള്ള ഒരു പോരാട്ടം നടത്തിയ വ്യക്തിത്വമാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ്. ഇതൊക്കെ ശരിക്കും കഥാരൂപത്തിൽ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാവുന്ന ഒരു കൺസെപ്റ്റ് ആണ്. അപ്പോ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം എന്നുള്ളത് ഒരു 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 വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു എത്രയോ ആളുകളുടെ ത്യാഗോജ്വലമായിട്ടുള്ള രക്തം കൊണ്ട് ഇതായിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ അതില് എന്താ പറയാ, നമ്മുടെ ഗാന്ധിജിയുടേതായിട്ടുള്ള സംഭാവനകള്, നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ആയിട്ടുള്ള സംഭാവനകള്, അത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ സംഭാവനകള്, അതുപോലെ തന്നെ ഇന്ത്യയിലെ എണ്ണമറ്റ ദണ്ഡി സത്യാഗ്രഹത്തില് പുറപ്പെട്ട നൂറുകണക്കിന് ആളുകളാണ് അടിയേറ്റ്. ആരും പരാതി പറഞ്ഞില്ലല്ലോ. ലോകത്തിലെ ബാക്കി ഏത് സമരരീതിയേക്കാൾ കൂടുതൽ ഗാന്ധിയൻ സമരരീതിയുടെ പ്രത്യേകത എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞ ബുദ്ധിസ്റ്റ് കൺസെപ്റ്റിൽ വരുന്ന അഹിംസയാണ്. ആ അഹിംസയാണ് ആ ഗാന്ധിജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയമായിരുന്നത്. ആ ആശയമായതുകൊണ്ട് തന്നെയാണ് ബ്രിട്ടീഷുകാർക്ക് അദ്ദേഹത്തിനെ അടിച്ചമർത്താൻ കഴിയാതിരുന്നത്. ഇന്ത്യയിലെ ഒട്ടുമിക്ക ജനങ്ങളും, ഇന്ത്യയിലെ ബഹുഭൂരിഭാഗം വരുന്ന ജനങ്ങളും ഒന്നടക്കം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചത് അതുകൊണ്ടാണ്. അങ്ങനെയാണ് നമ്മുടെ രാജ്യം ഈ രീതിയിൽ സ്വതന്ത്രമാക്കാൻ നമുക്ക് സാധിച്ചത്. ഇത്രയുമാണ് 1947 വരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമര ചരിത്രം.